6 ഡിമാൻഡും അംഗീകരിച്ചു. 7ാമത്തെ അംഗീകരിക്കില്ല. 7ാമത്തത് തുറമുഖമാണ്. ആ തുറമുഖം വേണ്ടെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. മുഖ്യമന്ത്രി പറഞ്ഞു ആ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചു. അവസാനം സമരക്കാർ സെറ്റ് ചെയ്തു. എത്ര പോലീസുകാർക്ക് പരിക്ക് പറ്റി? പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചില്ലേ? സമരം പ്രഖ്യാപിച്ചില്ലേ? വിമോചന സമരം പ്രഖ്യാപിച്ചില്ലേ? പക്ഷേ പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കില്ലെന്ന് നമ്പ്യാർ പാടിയതുപോലെ യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു കാര്യം 2ാം വിമോചന സമരം നടന്നില്ല. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം 15-ാം തീയതി അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ സമാരാധ്യനായ മുഖ്യമന്ത്രി ചൈനയിൽ നിന്നെത്തിയ കപ്പലിന് പച്ചക്കൊടി വീശിയപ്പോൾ വിഴിഞ്ഞെത്തിയ കപ്പലെടുത്തിരിക്കുന്നു. അഭിമാനകരമായ ഒരു മുന്നേറ്റം, വിസ്മയങ്ങൾ തീർക്കുന്ന വികസനങ്ങൾ. ശബരിമലയിൽ വിമാനത്താവളം വരാൻ പോകുന്നു. പരിസ്ഥിതി ആഘാത പഠനം കഴിഞ്ഞിരിക്കുന്നു. സ്ഥലമെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചിരിക്കുന്നു. എത്രയെത്ര വികസനങ്ങളാണ് ഈ കേരളത്തിൽ കടന്നു വരുന്നത്. എത്രയെത്ര മുന്നേറ്റങ്ങളാണ് ഈ രംഗത്ത് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നത്. വമ്പിൻ രൂപത്തിലുള്ള പുരോഗതി ഈ കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ ഉണ്ടാക്കിയില്ലേ? കേരളം ഇത്തരത്തിൽ വികസന രംഗത്തും ക്ഷേമപ്രവർത്തനങ്ങളുമെല്ലാം മുന്നിട്ട് നിന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ അഭിമാനകരമായ ഈ നേട്ടങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാവനാസമ്പന്നമായ പ്രവർത്തനങ്ങൾ. എല്ലാത്തിനുപരി നിങ്ങൾ ആലോചിക്കൂ, മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനം ഏത്? ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും ആചാരത്തിന്റെ പേരിലും അനുഷ്ഠാനത്തിന്റെ പേരിലും പ്രദേശത്തിന്റെ പേരിലും ഭാഷയുടെ പേരിലും അന്യോന്യം അംഗക്കോഴികളെ പോലെ ആഞ്ഞെടുക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം ഇന്ത്യയിൽ വളർന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ അത്തരമൊരു സംഘർഷഭരിതമായ സാഹചര്യമില്ലാത്ത സംസ്ഥാനം ഏത്? ഒരു ഉത്തരമാണുള്ളത്, അത് കേരളമാണ്. ത്രിപുര നിങ്ങൾക്കറിയാം. ത്രിപുരയിലെ ഒരു സ്ഥിതി എന്താണ്? പച്ച മനുഷ്യമാംസങ്ങൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം പേറുന്നു. 100 കണക്കിന് പള്ളികൾക്ക് തീയിട്ടു. നിരവധി ആരാധനകൾ തല്ലിത്തകർത്തു. നിരവധി മനുഷ്യനെ കൊന്നൊടുക്കി. ആ ത്രിപുര ഇന്നും അവിടുത്തെ കത്തുന്ന അവസ്ഥയിൽ നിലനിൽക്കുന്ന അവസ്ഥ എന്തുകൊണ്ടുണ്ടായി? വർഗീയ ശക്തികളെ പ്രീണിപ്പിക്കുന്ന കേന്ദ്ര നയത്തിന്റെ ഭാഗമായി ഉടലെടുത്തതാണ് ഈ തരത്തിലെ വലിയ രൂപത്തിലുള്ള സംഭവങ്ങൾ. വലിയ രൂപത്തിൽ മണിപ്പൂരിൽ ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങൾ നമ്മൾ കണ്ടു. വലിയ രൂപത്തിൽ പള്ളികൾക്ക് തീയിട്ടും നിരവധി ആളുകളെ കൊന്നൊടുക്കിയും സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ വരുന്നു. മണിപ്പൂർ, ഹരിയാനയിൽ കണ്ടു. അവിടെ ബുൾഡോസർ രാഷ്ട്രീയവുമായി കടന്നു വന്നൊരു വിഭാഗത്തിന്റെ കെട്ടിടങ്ങളും വീടുകളും ഇടിച്ചു പൊളിക്കുന്നു. ഇത് തന്നെ നമ്മൾ ഡൽഹിയിൽ കണ്ടു. അതുപോലെ കർണാടകത്തിൽ നിങ്ങൾ കണ്ടു. കഴിഞ്ഞ ക്രിസ്മസ് കാരോൾ പിരിവുമായി പോയ കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഉടുതുണി ഉരിയിച്ച് ഒരുപറ്റം വർഗീയവാദികൾ ആക്രമിച്ചു. ഒരു വൈദികനെ ആക്രമിച്ചു. ഞാൻ പറയുന്നു, ഇപ്പൊ ക്രിസ്മസ് വരാൻ പോവുകയാണ്. ക്രിസ്മസ് കരോൾ പിരിവുമായി ഇറങ്ങി സുഗമമായി പെന്തിക്കോസ്തുകാർക്കുൾപ്പെടെ അവരുടെ ആരാധനാലയങ്ങളിൽ ആരാധിക്കാനും അവരുടെ സുവിശേഷങ്ങൾ പ്രസംഗിക്കാനും കഴിയുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾ ഇറങ്ങിക്കൊള്ളൂ. കേരളത്തിൽ എല്ലാ സംഭവം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? കേരളത്തിൽ മുമ്പ് UDF ഭരിച്ചിരുന്ന കാലഘട്ടം 1ാം മാറാട് കലാപം, 2ാം മാറാട് കലാപം, വിഴിഞ്ഞം കലാപം, പൂന്തുറ കലാപം, തിരുവനന്തപുരത്ത് ഗവർണർ വന്ന് ഇറങ്ങാൻ വന്നു. നിങ്ങൾ ഓർക്കുക, അന്ന് വി രാമേന്ദ്രനായിരുന്നു ഗവർണർ. ഇറങ്ങാൻ കഴിഞ്ഞില്ല. ആ ഗവർണർ പോയി ഇറങ്ങിയത് കൊച്ചിയിലാണ്. തിരുവനന്തപുരത്ത് കരമനയിൽ ചായക്കടയിൽ ചായ അടിച്ചിരുന്ന മണിയമ്പിള്ള യഥാർത്ഥത്തിൽ അന്ന് ആ എരിയുന്ന തീയുടെ നടുവിൽ വെന്തു മരിച്ചു. അത് നോക്കിയാണെന്ന് കടമ്പനിട്ട കവിത എഴുതി കലാകുമതിയിൽ പിറ്റേ ദിവസം പുതുവർഷ പുലരിയാണ്. ദുരിതങ്ങളുടെ മഹാനഗരത്തിൽ ഞാൻ നിങ്ങൾക്ക് നവവത്സരം ആശംസിക്കുന്നു. പിടയും പ്രാണവേദന കൊണ്ട് എരിയും തീയുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് നവവത്സരം ആശംസിക്കുന്നു എന്ന് അദ്ദേഹം കവിത എഴുതിയിരുന്നു. ഇപ്പോ കേരളത്തെ സംബന്ധിച്ചുള്ള അത്തരൊരു കാലഘട്ടം ഇന്നില്ല. വെട്ടുക, മുറിക്കുക, പങ്കുവയ്ക്കുക ജനം, പത്തനം ജനപദം ഒക്കെയും കൊന്നും തിന്നും വാഴുക പുലികളായി സിംഹങ്ങളായും മർത്യരാവുക മാത്രം വയ്യ ജന്തുത ജയിക്കുന്നു എന്ന് ONV തന്റെ അശാന്തി പർവ്വങ്ങളിൽ പാടിയതും ആ കാലഘട്ടത്തായിരുന്നു. ഇന്ന് ആ കാലഘട്ടം കേരളത്തിൽ 7.5 വർഷക്കാലമായി ഒരു വർഗീയ കലാപമുണ്ടോ? എവിടെയെങ്കിലും ഒരു വെടിവെയ്പുണ്ടായോ? ഏതെങ്കിലും തരത്തിൽ ലോകപ്രവർത്തനങ്ങൾ ഉണ്ടായോ? കൊലപാതകങ്ങൾ ഉണ്ടായോ? എന്തുകൊണ്ട് കേരളത്തിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടാകാതിരുന്നത്? പിണറായി വിജയൻ സർക്കാർ എടുക്കുന്ന മതനിരപേക്ഷ സമീപനമാണ്. മന്ത്രമായൂര പിഞ്ചിയാചാലന തന്ത്രമല്ലതിന് സംസ്കാരമണ്ഡലം എന്ന് വയലാർ അശ്വമേധത്തിൽ പാടിയിട്ടുണ്ട്. ഈ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ തന്ത്രമോ മന്ത്രമോ ഈ ഗവൺമെന്റ് ഉയർത്തുന്ന ഏറ്റവും നല്ല ശ്രേഷ്ഠമായ നയസമീപനങ്ങളുടെ പ്രതിഫലനങ്ങളാണ്.
ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഏറ്റവും നല്ല നിയമസമാധാന പാലനം ഉള്ള സംസ്ഥാനം ഏറെ ചോദിച്ചാൽ കേരളമാണെന്നൊരു ഉത്തരമാണുള്ളത്. കേരളമാണെന്നൊരു ഉത്തരം. എന്തുകൊണ്ട്? ഞാൻ ഈ കൊല്ലത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയട്ടെ, ഈ കൊല്ലത്തുണ്ടായ കുറെ കേസുകളുണ്ടല്ലോ. ഉത്തര കൊലക്കേസ്, വിസ്മയ കൊലക്കേസ്, ആയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ്, അതുപോലെ തന്നെ ആലുവയിൽ 5 വയസ്സുകാരി പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് 100 ദിവസം കൊണ്ട് കേരള പോലീസ് നിയമത്തിന്റെ ദിശയിൽ കൊണ്ടുവന്ന് ആ കൊലയാളിക്ക് തൂക്കുകയർ വാങ്ങിക്കുറിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. നിങ്ങളുടെ ആയൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടി, ആ കുട്ടിയെ മണിക്കൂറുകൾക്ക് ഇടവിട്ട് നമ്മൾ എല്ലാം ആകാംക്ഷഭരിതരായി മുൾമുനയിൽ നിൽക്കുമ്പോൾ കണ്ടു. ആശ്രമ മൈതാനത്ത് ആ കുട്ടിയെ ഇറക്കി വിട്ടു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെയെല്ലാം നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞു, ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിഞ്ഞു. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ ഒരു കൂട്ടർ കാണിച്ച നാണം കെട്ടൊരു സമീപനമുണ്ട്. എന്താണ് സമീപനം? മറ്റൊന്ന് പോലീസ് സ്റ്റേഷൻ പോയി ഉപരോധിക്കുക. വാസ്തവത്തിൽ പോലീസുകാരും നാട്ടുകാരും ജനങ്ങളും എല്ലാം ചേർന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ പിന്നാലെ എങ്ങനെയും ആ പിഞ്ചു കുഞ്ഞിനെ നമുക്ക് രക്ഷിക്കണമെന്നുള്ള ആകാംക്ഷഭരിതരായി അതിന്റെ പിന്നാലെ നിൽക്കുമ്പോ പോലീസ് സ്റ്റേഷൻ പോയി ഉപരോധിച്ചാൽ ആ പണിക്ക് പോകുന്നതിനെ ഇറക്കി വിടില്ല എന്നുള്ളതിന്റെ അതിന്റെ അർത്ഥം അതിന്റെ പിന്നിൽ ദുഷ്ടലാക്കും രാഷ്ട്രീയ ലാഭമുണ്ട്. വണ്ടി മറിയുമ്പോൾ 2 കൂട്ടർ ഓടി വരും. അതിൽ അപകടം സംഭവിക്കുന്നവർ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി വരുന്നവരുണ്ട്. ആ വണ്ടിയിലും തെറിച്ചു വീഴുന്ന തുട്ടുകൾ ഉണ്ടെങ്കിൽ അത് പെറുക്കാൻ വരുന്ന കൂട്ടരുമുണ്ട്. ആ കൂട്ടത്തിൽ പെടും പോലീസ് സ്റ്റേഷൻ ഉപയോഗിക്കാൻ പോയ ആളുകൾ എന്ന കാര്യത്തിൽ സംശയം വേണ്ട. എത്ര അപമാനകരമായ സംഭവം, എത്ര നാണം കെട്ട രൂപത്തിലുള്ള സംഭവം. അതുകൊണ്ട് ഈ സംസ്ഥാനത്ത് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ എല്ലാ രംഗത്തും സമയബന്ധിതമായി ഇടപെടാൻ, അത് റെയിൽവേക്കകത്തുണ്ടായ ട്രെയിനകത്തുണ്ടായ തീവെപ്പായിരുന്നാലും ശരി, കണ്ണൂരിലുണ്ടായ കലാപമായിരുന്നാലും ശരി, അതേപോലെ തന്നെ ആലുവയിലെ പ്രശ്നമായിരുന്നാലും ശരി, ജിഷ കൊലക്കേസായിരുന്നാലും ശരി, ഇതെല്ലാം ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഉറപ്പുവരുത്താൻ കഴിഞ്ഞ കാലഘട്ടമാണ് ഈ കാലഘട്ടം. ആർക്കാ നിഷേധിക്കാൻ കഴിയാം? അതുകൊണ്ട് ഞങ്ങൾ ഈ നവകേരള സദസ്സിൽ വസ്തുതാപരമായ കാര്യങ്ങൾ എണ്ണി പറഞ്ഞും ഭാവി കേരളത്തിന്റെ വീക്ഷണത്തെ സംബന്ധിച്ചോളം ദിശാബോധം പകരുന്ന വിഷയങ്ങൾ അവതരിപ്പിച്ചും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടും നിർദ്ദേശങ്ങൾ കേട്ടുമെല്ലാം ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഈ നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കാൻ വന്ന കൂട്ടരുണ്ട്, നിങ്ങൾക്കറിയാം. ആ ബഹിഷ്കരണം പ്രഖ്യാപിച്ചതോടെ നവകേരള സദസ്സിന്റെ നമ്പർ കൂടി എന്നുള്ളതാണ് ആവേശകരമായ ഞങ്ങളുടെ അനുഭവം. അതാണ് കേരളത്തിൽ ഒട്ടാകെ കാണാൻ കഴിഞ്ഞത്. അപ്പൊ അതിനെതിരായി ഒരു ജനവിരുദ്ധ സദസ്സ്, ഗവൺമെന്റ് വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു കൂട്ടർ വന്നു. അത് മറ്റാരുമൊന്നല്ല, പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് പ്രസംഗിക്കുന്ന ഗവൺമെന്റ് വിരുദ്ധ സദസ്സ് ഒരു സ്ഥലത്ത് കണ്ടു. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി വന്നിരുന്നു. ഈ സായാഹ്നങ്ങളിൽ ബിവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ ഇതിലേറെ കതറുകാരുണ്ട്. അത്ര ആളുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റ് വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്. അപ്പൊ അതിനെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുന്നു എന്നുള്ളതാണ്. അതേസമയത്ത് ഇരമ്പിയാർത്ത് ജനസമൂഹം, ആബാലവൃദ്ധൻ ജനങ്ങൾ ആവേശപൂർവ്വം ഇന്ന് ജനസദസ്സുകൾ നമ്മുടെ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ഈ തരത്തിൽ നമ്മുടെ നാട്ടിൽ നവകേരള സദസ്സിനെ നെഞ്ചേറ്റാൻ കൊട്ടാരക്കരയും വളരെ ആവേശപൂർവ്വം ആബാലവൃദ്ധം ജനങ്ങൾ അണിഞ്ഞൊരുങ്ങി മുന്നോട്ട് വന്ന് ഇന്ന് ഈ തരത്തിൽ ഈ സായാഹ്നത്തിൽ ഒത്തുകൂടാൻ നിങ്ങൾ കാണിച്ച വികസന രംഗത്തെ നിങ്ങളുടെ വീക്ഷണങ്ങൾക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും സംസ്ഥാന ഗവൺമെന്റിന്റെ പേരിൽ ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സമ്മേളനത്തിൽ വന്നിട്ടാണ് 3 മന്ത്രിമാർ ശാസ്താംകോട്ടയിലേക്ക്, കുന്നത്തൂർ മണ്ഡലത്തിലേക്ക് പോയതാണ്. ടൂറിസം മിനിസ്റ്റർ ശ്രീ റിയാസ്, അതുപോലെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ്, അതുപോലെ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ GR അനിൽ. അപ്പോൾ അവർ വന്നപ്പോൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് സഹകരണ മന്ത്രി പറഞ്ഞു 2 കാര്യങ്ങൾ അതിൻ്റെ കൂടെ പറയണമെന്ന് തോന്നുന്നു. ഒന്ന്, ക്രിസ്മസ് ആണ്, ക്രിസ്മസ് ചന്തകൾ ഉണ്ടാവുമോ എന്നുള്ള സംശയം. അപ്പോൾ ശ്രീ GR അനിൽ ഇപ്പോൾ വന്നിട്ട് പോയതേ ഉള്ളൂ മന്ത്രി. ക്രിസ്മസ് ചന്തകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാവും, അതിനുള്ള പരിപാടികളെല്ലാം എടുത്തിട്ടുണ്ട് എന്നുള്ളത് പല പത്രങ്ങളും എഴുതുന്ന പോലല്ല, ക്രിസ്മസ് ചന്തകൾ ഉണ്ടാവും എന്നിവിടെ പറയുകയാണ്. രണ്ടാമത്, ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് എത്തുന്ന സാമൂഹ്യക്ഷേമ പെൻഷനാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ക്രിസ്മസുമായി അനുബന്ധിച്ചിട്ട് ആ ഒരു മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഏകദേശം 900 കോടി രൂപ വരും സംസ്ഥാനത്ത് അതിൻ്റെ ഒരു തുക. ആ സാമൂഹ്യക്ഷേമ പെൻഷന് നൽകുന്നതിനാവശ്യമായ തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന കാര്യം കൂടി പറയുകയാണ്. അത് ക്രിസ്മസിൻ്റെ പശ്ചാത്തലത്തിൽ സന്തോഷകരമായ ഒരു കാര്യമായതുകൊണ്ട്
ഈ സമയത്ത് പറഞ്ഞതാണ്. ഇവിടെ അടുത്തതായിട്ട് കൺസ്യൂമർ ഫെഡിൻ്റെയും ക്രിസ്മസിൻ്റെ മാർക്കറ്റ് ഉണ്ടാവും. അടുത്തതായിട്ട് സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ, അദ്ദേഹത്തെ ക്ഷണിക്കും. യോഗത്തിൻ്റെ അധ്യക്ഷൻ, കേരളത്തിലെ ആദരണീയനായ ധനകാര്യ വകുപ്പ് മന്ത്രി, ദീർഘകാലം കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്ത് രംഗത്ത് ഞങ്ങളെല്ലാം ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി മുന്നേറ്റത്തിൽ നയിച്ച നിങ്ങളുടെ MLA-യും ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ സുഹൃത്തുമായ ശ്രീ KN ബാലഗോപാൽ, ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരാൻ പോകുന്ന ലോകമലയാളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ വേദിയിൽ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിൻ, സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി പ്രിയങ്കരനായ ശ്രീ VN വാസവൻ, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ കേന്ദ്രത്തിൽ നിന്ന് പുനലൂരിൽ നിന്ന് ആവേശകരമായ ജനസദസ്സിന്റെ പൊതുപരിപാടികൾ അവസാനിപ്പിച്ചു 15 മിനിറ്റ് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 21 പേരടങ്ങുന്ന കേരളത്തിന്റെ ക്യാബിനറ്റ് സമ്പൂർണമായി ഏതാനും നിമിഷങ്ങൾക്കകം കൊട്ടാരക്കരയുടെ പവിത്രമായ സമുജ്വലമായ ഈ മണ്ണിലേക്ക് എത്തിച്ചേരും. അവരെത്തിച്ചേർന്നാൽ ഈ വേദി കേരളത്തിലെ സമ്പൂർണമായ ക്യാബിനറ്റ് കൊട്ടാരക്കരയിൽ വന്നു ചേർന്നതിന്റെ ചരിത്രാനുഭവങ്ങളുടെ വേദിയായി മാറും. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ നവംബർ 18-ാം തീയതി സപ്തഭാഷാ സംഗമ ഭൂമിയായിട്ടുള്ള മഞ്ചേശ്വരത്ത് നിന്ന്, മഞ്ചേശ്വരം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനസാഗരത്തെ സാക്ഷി നിർത്തി അതിന്റെ സായാഹ്നത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത നവകേരള സദസ്സ് ഇന്ന് വൈകുന്നേരത്തോടെ 30 ദിവസം പൂർത്തിയാവുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു ഗവൺമെന്റും നടത്തിയിട്ടില്ലാത്ത വിധം ഒരു നാട്ടിലെ സമ്പൂർണമായ ഭരണകൂടം ജനങ്ങളെ തേടിയെത്തി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ജനങ്ങളോട് പറയാനുള്ളത് പറഞ്ഞും ജനങ്ങൾ പറഞ്ഞത് കേട്ടും 36 ദിവസം യാത്ര ചെയ്യുന്ന ചരിത്രത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു അനുഭവം കൊട്ടാരക്കരയിലും ഇന്ന് വൈകുന്നേരം ആവർത്തിക്കുന്നതിന്റെ ആവേശകരമായ അനുഭവത്തിലാണ് എന്റെ മുമ്പിലുള്ള ഈ ജനസാഗരം എന്ന അഭിമാനത്തോടെ കരുതാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ 30 ദിവസങ്ങളിലും ഞങ്ങളുടെ അനുഭവം ഈ ജനസദസ്സിനെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മലയാളിയെ ഒരു മനുഷ്യനെ പോലെ നടത്താൻ തീരുമാനിച്ച ഗവൺമെന്റിന്റെ അനുഭവങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഈ ജനസദസ്സിനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചവരെ മുഴുവൻ ബഹിഷ്കരിച്ചെത്തിച്ചേർന്ന 10,000ങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ നവകേരള സദസ്സ് കഴിഞ്ഞ 30 ദിവസവും സമ്പന്നമായത്. എന്തിനാണ് ഈ നവകേരള സദസ്സ് എന്ന ചോദ്യം ചോദിക്കാം. നവംബർ 18-ന് ആരംഭിക്കുമ്പോൾ ഈ രാജ്യത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും അതിന്റെ കൂലി എഴുത്തുകാരും പറഞ്ഞത്, കേരളം ഇത്രയേറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോ നീന്തൽക്കുളമുള്ള വണ്ടിയുമായി ഒരു മന്ത്രിസഭ അങ്ങ് തിരിക്കുന്നു. നീന്തൽക്കുളമുള്ള വണ്ടി, 3 നിലകളിൽ അലങ്കരിച്ച വണ്ടി, ഹെലിപാഡുള്ള വണ്ടി, കറങ്ങുന്ന കസേര, മുഖ്യമന്ത്രിക്ക് സ്വന്തമായിട്ടുള്ള വണ്ടി, പ്രത്യേക ക്യാബിൻ തിരിച്ച വണ്ടി. ഒരു പാവം KSRTC ബസ് 10 മിനിറ്റ് കഴിഞ്ഞാൽ കൊട്ടാരക്കരയിലെ ഈ ജനസാഗരത്തിന്റെ മുമ്പിൽ എത്തിച്ചേരും. നിങ്ങളൊന്ന് ചെന്നു നോക്കിയാൽ കണ്ടാൽ അറിയാം, ഒരാഡംബരവുമില്ലാത്ത ഒരു സാധാരണ ബസ്. നവംബർ 18-ന് പൊട്ടിത്തുടങ്ങിയതാണ് കേരളത്തിൽ ജനസദസ്സിനെതിരായി ഉയർന്നു വന്ന അപകസർപ്പക കഥകളിലെ കള്ളത്തരങ്ങൾ. എന്തിനാണിപ്പോൾ ഒരു ജനകീയ സദസ്സ്? ഞാൻ വിശദീകരിക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 7.5 വർഷക്കാലമായി ദുരിതങ്ങൾ എല്ലാം തലയ്ക്കുമീതെ പേമാരി പോലെ പെയ്തിറങ്ങിയപ്പോ മലയാളിയായ 3.5 കോടി മനുഷ്യനെ ഒരു ദുരന്തത്തിനും വിട്ടുകൊടുക്കാതെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് 20 കൊല്ലം കഴിഞ്ഞ കേരളം എങ്ങനെയായിരിക്കണം എന്ന് 20 കൊല്ലം മുമ്പേ ചിന്തിച്ച് അതിനുവേണ്ടി പണം ചിലവഴിച്ച് സമാനതകളില്ലാത്ത വികസനത്തിന്റെ മാർഗങ്ങളിലൂടെ കേരളത്തെ നയിക്കുന്ന ഗവൺമെന്റിനെ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ, ആ ശ്രമം സംഘടിതമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ അതെവിടെയാണ് പോയി പറയേണ്ടത്? 21 പേരടങ്ങുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ എത്തിച്ചേരുമ്പോൾ കേരളത്തിലെ സമ്പൂർണ്ണ ക്യാബിനറ്റായി ഈ വേദിയിൽ ഞങ്ങൾ 21 പേർ
2.5 വർഷക്കാലം മുമ്പ് നടന്ന പ്രചണ്ഡമായ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിൽ 99 സീറ്റും നൽകി കേരളത്തിലെ ജനങ്ങൾ അനുഗ്രഹിച്ചു വിട്ട ഈ ഭരണകൂടം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല 3.5 കോടി വരുന്ന കേരളത്തിലെ മനുഷ്യരുടെ യജമാനന്മാർ ഞങ്ങളാണെന്ന്. കേരളം 21 പേരടങ്ങുന്ന ഗവൺമെന്റ് അല്ല കേരളത്തിന്റെ യജമാനന്മാർ. കേരളത്തിലെ ഗവൺമെന്റ് കാണുന്നു എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ജനങ്ങളുടെ അഭിപ്രായം തേടലാണ് ഒരു ഗവൺമെന്റിന്റെ ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 21 പേരടങ്ങുന്ന കേരളത്തിലെ ക്യാബിനറ്റ് കൊട്ടാരക്കരയിലെ ജനസമുച്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, കേരളത്തിൽ ഞങ്ങളുടെ യജമാനന്മാർ നിങ്ങളാണ്, കേരളത്തിലെ 3.5 കോടി വരുന്ന മലയാളിയാണ്. ആ യജമാനന്മാരുടെ മുമ്പിലേക്ക് കേരളത്തിന്റെ ഭരണകൂടം വരികയാണ്. അനുഭവങ്ങൾ കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടയിൽ എത്രയേറെ ഉണ്ടായി. 2018 അതിഭീകരമായിട്ടുള്ള പ്രളയം കേരളത്തിന്റെ ഹൃദയമിടുപ്പുകളെ പോലും സ്തംഭിപ്പിക്കാൻ ശ്രമിച്ചു. 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായ, നൂറ്റാണ്ടു കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രളയമുണ്ടായപ്പോ സഹായിക്കേണ്ടവരെല്ലാം എതിർത്ത അനുഭവങ്ങളിലൂടെയാണ് ഈ കേരളം കടന്നുപോയത്. ആ ദുരന്തം തലയ്ക്കുമീതെ പേമാരി പോലെ പെയ്തിറങ്ങിയപ്പോ പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും ആരാധനാലയങ്ങളിലും തലയ്ക്കുമീതെ കൂരയുള്ള എല്ലായിടത്തും ചേർത്തും പാർത്തും മലയാളി തങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ച് പൊട്ടിക്കരഞ്ഞു, പരസ്പരം കെട്ടിപ്പുണർന്നു. ജീവിതം എന്നേക്കുമായി നഷ്ടപ്പെട്ടല്ലോ എന്നോർത്തോർത്തു കരഞ്ഞു. കേരളം ഭയപ്പെട്ടില്ല. കേരളത്തിലേക്ക് ആദ്യത്തെ സംഭാവന പ്രഖ്യാപിച്ചത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. കേരളം പണിതുയർത്തിയ ഗൾഫ് നാടുകളിലെ മലയാളി പണിതുയർത്തിയ ഗൾഫ് നാടുകളിലെ ഭരണാധികാരികൾ 300 കോടി രൂപയുടെ സഹായം ഈ കേരളത്തിന്റെ ഗവൺമെന്റിന് വാഗ്ദാനം ചെയ്തു. 300 കോടി രൂപയുടെ സഹായം. 30,000 കോടി നഷ്ടപ്പെട്ട കേരളത്തിനൊരു വലിയ സംഖ്യയല്ല. പക്ഷേ കേരളത്തിന് പിടിച്ചുയർന്നു നിൽക്കാൻ ഒരു വൈക്കോൽ തുരുമ്പ്. കേരളം 300 കോടി രൂപയുടെ സഹായം ഏറ്റുവാങ്ങുന്ന ഒരു അനുഭവം ഉണ്ടാകും എന്ന് കരുതിയപ്പോ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതെന്താ? അങ്ങനെ സഹായം മേടിക്കാൻ കേരളത്തിന് അനുവാദമില്ല, കേരളത്തിന് അർഹത ഇല്ല. എന്തു നിയമത്തിന്റെ പേരിൽ? കേരളം ഭയപ്പെട്ടില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് മന്ത്രി, റവന്യൂ വകുപ്പ് മന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോയി കണ്ടു. അവരോട് പറഞ്ഞു, രാജ്യങ്ങൾ തമ്മിൽ പണം കൊടുക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന മലയാളികൾ അവന്റെ നാട്ടിൽ സ്വരൂപിച്ച സംഖ്യ അവിടെ ചെല്ലുന്ന മന്ത്രിമാർക്ക് സംഭാവനയായി നൽകിയാൽ സ്വീകരിക്കാമോ? ഒരു ചോദ്യമായിരുന്നു പ്രധാനമന്ത്രിയുടെ മുമ്പിൽ. നിയമജ്ഞർ വന്നു, ധനകാര്യമന്ത്രി വന്നു, ആഭ്യന്തരമന്ത്രി വന്നു, വിദേശകാര്യമന്ത്രി വന്നു. അവർ കൂട്ടായി ആലോചിച്ചു. കേരളത്തിലെ ഗവൺമെന്റിന് അനുവാദം നൽകി. വാക്കാൽ നിങ്ങൾക്ക് പോകാൻ യാതൊരു തടസ്സവുമില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെ അന്നത്തെ 19 അംഗ മന്ത്രിസഭയിൽ 17 പേരെ നാം യാത്രയ്ക്ക് തയ്യാറെടുപ്പിച്ചു. പാസ്പോർട്ടും വിസയുമായി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങളുടെ ഷെഡ്യൂളായി. അവിടെ ചെന്നാൽ അവരുടെ സഹായങ്ങൾ ഏറ്റുവാങ്ങിയാൽ നവകേരളത്തിന്റെ അടിത്തറ പണിയാമെന്ന് കേരളം ഉറപ്പിച്ചു. കേരളം പക്ഷെ യാത്രയ്ക്ക് തയ്യാറെടുത്തു നിൽക്കുമ്പോ കൊട്ടാരക്കരയിലെ ഒരാൾക്ക് ലോകത്തിലെവിടെയും പോകാൻ പാസ്പോർട്ടും വിസയും മതി. അതുണ്ടെങ്കിൽ പോകാം. പക്ഷെ മന്ത്രിമാർക്ക് അങ്ങനെ പോകാനാകില്ല. ഇന്ത്യൻ പേഴ്സണൽ മന്ത്രാലയത്തിന്റെ അനുവാദം വേണം. ഒരു സാങ്കേതിക പദമാണത്. ആ മന്ത്രാലയം അനുവാദം തരും. മറ്റ് പ്രത്യേകതകൾ ഒന്നുമില്ലെങ്കിൽ പ്രധാനമന്ത്രി വാക്കാൽ സമ്മതിച്ചതാണ്. കാത്തിരുന്ന് പോകാൻ തീരുമാനിച്ചു. ടിക്കറ്റ് എടുത്തതിന്റെ 2 ദിവസം മുമ്പ് ഇന്ത്യയുടെ പേഴ്സണൽ മന്ത്രാലയം അനുവദിച്ചു. പോകുന്ന മന്ത്രിമാർക്ക് യാത്രാനുമതിയില്ല. യാത്രാനുമതി കേന്ദ്ര ഗവൺമെന്റ് നിഷേധിക്കുന്നു. എന്തിന്റെ പേരിൽ? പോകാൻ തീരുമാനിക്കപ്പെട്ടവരാരെങ്കിലും പിടികിട്ടാ പുള്ളികളാണോ? പോകാൻ തീരുമാനിച്ചവർ രാജ്യദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടവരാണോ? പോകാൻ ചുമത്തപ്പെട്ടവർ മറ്റേത് രാജ്യങ്ങളിലെങ്കിലും പോയി കലാപം സൃഷ്ടിക്കാൻ പോകുന്നവരാണോ? അല്ലേയല്ല. ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്നത് പോലെ കേരളത്തെ പുതുക്കി പണിയാനുള്ള പ്രയത്നങ്ങളിൽ, കൊച്ചു യോഗങ്ങളിൽ പോകാനുള്ള മന്ത്രിമാർക്ക് എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അനുവാദം നിഷേധിച്ചു? കേരളം പുതുക്കി പണിയരുത് എന്ന ചിന്തയായിരുന്നു അതിന്റെ പുറകിൽ. കേരളം പുതുക്കി പണിതാൽ കേരളത്തിലെ ജനത രക്ഷപ്പെടും. കേരളത്തിലെ ജനങ്ങൾ രക്ഷപ്പെടാനുള്ള പ്രവർത്തനത്തിനെതിരെ ഈ രാജ്യത്തെ ഗവൺമെന്റ് ശത്രുതാപരമായ രാഷ്ട്രീയം ഉയർത്തി കേരളത്തിലെ ജനങ്ങളോട്, ഗവൺമെന്റിനോട് പെരുമാറുമ്പോ അങ്ങനെ ചെയ്ത നടപടി ശരിയല്ലെന്ന് പറയാനോ പൊട്ടിക്കരയാനോ KPCCയുടെ ആഫീസിൽ ഒരു സർവ്വമത പ്രാർത്ഥന നടത്താനോ കേരളത്തിൽ പ്രതിപക്ഷമുണ്ടായില്ല. കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞു, കേരളം തകർന്നാലും കേരളത്തെ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തകരലാണ് ഞങ്ങളുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, അന്യരാജ്യങ്ങളിൽ ഇത്തരം ദുരന്തമുണ്ടായാൽ ഭിക്ഷാന്തേഹികളെ പോലെ അവർ വരുന്ന നാടിന്റെ പേരാണ് കേരളം.
ഉച്ചനേരത്ത് നമ്മുടെ മാതാക്കൾ, നമ്മുടെ അമ്മമാർ വീടിനകത്ത് ഇരിക്കുന്ന നേരത്തെല്ലാം നഷ്ടപ്പെട്ട പാവപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ മക്കളെ കങ്കാരുവിനെ പോലെ ശരീരത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടന്ന് മുലകുടിക്കുന്ന കുട്ടികളെ കൊണ്ട് യാചകരെ പോലെ നമ്മുടെ നാട്ടിലേക്ക് വരും. ആന്ധ്രയിൽ നിന്ന്, തെലുങ്കാനയിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്. അവര് പറയും, അമ്മ എല്ലാം നഷ്ടപ്പെട്ടു, അച്ഛനില്ല, സഹോദരനില്ല, ഭർത്താവില്ല, മക്കളില്ല, എന്തെങ്കിലും തന്നു സഹായിക്കണം, യാചകരെ പോലെ കൈമാറും, ഞങ്ങളുടെ നാടിൽ സഹായിക്കാൻ ഒരു ഗവൺമെന്റ് ഇല്ല എന്നവർ തേങ്ങലോടെ പറയും. കൊട്ടാരക്കരയിലെ ജനങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ, 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായി. കേരളത്തിനു കിട്ടാനുള്ളതെല്ലാം നിഷേധിച്ച് കേരളത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് പ്രഖ്യാപിച്ച് ഈ രാജ്യത്ത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയും കേരളത്തിലെ പ്രതിപക്ഷവും സംഘടിതമായി ആക്രമിച്ചിട്ടും 30,000 കോടി രൂപയുടെ അപരിഹാര്യമായ നഷ്ടമുണ്ടായി. കേരളത്തിലെ 3.5 കോടി മലയാളിയെ അയൽ സംസ്ഥാനത്തേക്ക് പിച്ചതണ്ടാൻ വിടാതെ സംരക്ഷിച്ച ഗവൺമെന്റിന് ഇന്ത്യയിൽ ഒരു പേരേയുള്ളൂ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്നല്ലേ ഈ കേരളത്തിൽ. പണം ചെലവഴിക്കും കേരളത്തിന്. അതിഭീകരമായ കോവിഡ് ഉണ്ടായി. ലോകത്തിലെ 64 ലക്ഷം പേരെ മരണത്തിന്റെ വഴികളിലേക്ക് തള്ളിവിട്ട് അതിഭീകരമായ കോവിഡ് ലോകത്തുണ്ടായി. ലോകത്ത് എല്ലായിടത്തും ഒരുപോലെ കോവിഡിന്റെ മുമ്പിൽ ഭയവിഹുലരായി നിന്നപ്പോ കൊച്ചു കേരളം അങ്ങനെ പകയോടെ നോക്കി നിന്നില്ല, ഭീതിയോടെ നിന്നില്ല. ഈ കൊച്ചു കേരളം പ്രഖ്യാപിച്ചു, ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നാടിന്റെ പേരായി കേരളം മാറും. അതിഭീകരമായ കോവിഡ് കേരളത്തിന്റെ തലയ്ക്കു മീതെ അറിഞ്ഞ് പരിശ്രമിച്ചപ്പോഴും കേരളത്തിലെ ഒരു മനുഷ്യനും പട്ടിണി കിടക്കാതെ, കേരളത്തിലെ ഒരു മനുഷ്യനും രോഗത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ ചെലവഴിക്കാതെ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ ഭദ്രമായി ചേർത്തു നിർത്തി ലോകത്തിന്റെ മുമ്പിൽ സമ്പന്ന രാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ നാട് ലോകത്ത് കോവിഡിനെ നേരിട്ടതിൽ ഏറ്റവും വലിയ പ്രശംസ ലോകാരോഗ്യ സംഘടനയുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയ നാടിന്റെ പേരൊന്നേയുള്ളൂ ഇന്ത്യ രാജ്യത്ത്. ആ നാടിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളം. ആ കേരളത്തെയാണ് ഈ ഗവൺമെന്റ് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. സാമൂഹിക ക്ഷേമ പെൻഷനുകളുടെ കഥ ബഹുമാനപ്പെട്ട വാസവൻ മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചു. 34 ലക്ഷം പേർക്ക് 600 രൂപ, അവസാനത്തെ 18 മാസക്കാലം കൊടുക്കാതെ 600 രൂപ, കേവലം 9,011 കോടി രൂപ 2011 മുതൽ 16 വരെ കൊടുത്തതിന്റെ അനുഭവം മാത്രമുള്ള ഒരു പ്രതിപക്ഷം എന്തേ? കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷനെ കുറിച്ച് ഇവിടെ പറയുന്നു. കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാനുള്ള നിങ്ങൾ എന്തിനീ ആഡംബര യാത്ര നടത്തുന്നു എന്നതാണല്ലോ ചോദ്യം. ആ ചോദ്യത്തിന് കണക്കുകൾ വെച്ചു തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന് മറുപടി പറയുന്നതിൽ ഞങ്ങൾക്ക് ഒരു കുലുക്കവുമില്ല. കേരളത്തിൽ 2011 മുതൽ 16 വരെ ഭരിച്ച ഗവൺമെന്റ് കേവലം 9,011 കോടി 34 ലക്ഷം പേർക്ക് കൊടുത്തതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോ ആദ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 2016 മുതൽ 2021 വരെ 5 വർഷക്കാലം കേരളത്തിൽ ചെലവഴിച്ച സാമൂഹിക ക്ഷേമ പെൻഷന്റെ സംഖ്യ 35,184 കോടി രൂപയാണ്. നിങ്ങൾ തകർത്ത കേരളം, കേരളത്തിലെ 2016 തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പുള്ള കേരളത്തിന്റെ സാമൂഹിക അവബോധം നിങ്ങളുടെ മനസ്സിലുണ്ടോ? 18 മാസക്കാലം സാമൂഹിക ക്ഷേമ പെൻഷൻ വഴിക്കണ്ണുമായി കാത്തിരുന്നു കിട്ടാതെ കിട്ടുന്ന സാമൂഹിക പെൻഷൻ കുട്ടിവെച്ചു പേരക്കുട്ടിക്ക് ഒരു ഉടുപ്പെങ്കിലും മേടിച്ചു കൊടുക്കണമെന്ന സ്വപ്നം മനസ്സിൽ നീറി പിടിച്ച് അത് കിട്ടാതെ ശവപ്പറമ്പുകളിലേക്ക് പോകേണ്ടി വന്ന 10,000-കണക്കിന് അമ്മമാരുടെ കനലടങ്ങാത്ത ചിതകളിൽ നിന്നുകൊണ്ടാണ് 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് ആ ഗവൺമെന്റ് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിന്റെ അഹങ്കാരത്തിലേക്കല്ല പോകുന്നത്. ഈ രാജ്യത്തെ 60 വയസ്സു തികഞ്ഞ 34 ലക്ഷം അന്ന് നിങ്ങൾ കൊടുത്തിരുന്നവർക്ക് 18 മാസക്കാലത്തെ പണം കൊടുത്തില്ല, കുടിശ്ശികയാക്കി നിങ്ങൾ വെച്ചു. ഞങ്ങൾ നിങ്ങളാണ് കുറ്റവാളികളെന്ന് വിരല് ചൂണ്ടി പറഞ്ഞു രക്ഷപ്പെടാനല്ല ശ്രമിക്കുന്നത്. കുറ്റവാളികൾ നിങ്ങളാണ്, പക്ഷേ നിങ്ങൾ കുറ്റവാളികളാണെന്ന് പ്രചരിപ്പിക്കാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്.
നിങ്ങൾ 18 മാസക്കാലത്തെ കുടിശ്ശിക കൊടുക്കാത്ത ആ മുഴുവൻ പേർക്കും 18 മാസക്കാലത്തെ കുടിശ്ശികയും അധികാരത്തിൽ വന്ന ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കൊടുത്തു. 600 700 700 ആക്കി. 1000-ൽ നിന്ന് 1100-ലേക്ക്, 200-ലേക്ക്, 300-ലേക്ക്, 400-ലേക്ക്, 500-ലേക്ക് 1600 രൂപ 64 ലക്ഷം കുടുംബങ്ങളിൽ വഴിതെറ്റാതെ മുറ തെറ്റാതെ എല്ലാ ദുരന്തകാലത്തും വിതരണം ചെയ്യുന്ന ഗവൺമെന്റിന് ഇന്ത്യയിൽ ഒരു പേരേയുള്ളൂ പ്രിയപ്പെട്ടവരെ. ആ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഒന്നാം തവണ കൊടുത്തത് 35,184 കോടി രൂപ. നിങ്ങളുടെ പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, നിങ്ങളുടെ MLA ശ്രീ KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ഈ രണ്ടാം ഗവൺമെന്റ് 2.5 വർഷക്കാലത്തിനുള്ളിൽ കൊടുത്തത് 22,449 കോടി 44 ലക്ഷം രൂപ. 2 കോടി കൂട്ടിയാൽ 57,603 കോടി രൂപ. കേരളത്തിലെ ഏതെങ്കിലും 3 നില വലിപ്പമുള്ള ബാങ്കിന്റെ തൊട്ടുതലയിൽ വെച്ചു കൊടുക്കലല്ല. കേരളത്തിലെ 64 ലക്ഷം കുടുംബങ്ങളിലെത്തി കേരളത്തിലെ സഹകരണ വകുപ്പിന്റെ ജീവനക്കാർ കൃത്യതയോടുകൂടി വിതരണം ചെയ്ത ഈ കേരളത്തിന്റെ മണ്ണിൽ കുടിശ്ശികയെ കുറിച്ചാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ഡിസംബർ മാസം 64 ലക്ഷം കുടുംബങ്ങളിലും 1600 രൂപ എന്ന പെൻഷൻ ഞങ്ങൾ എത്തിക്കും. ഒരു മാസക്കാലത്തെ പെൻഷൻ കേരളത്തിൽ വിതരണം ചെയ്യാൻ വരുന്ന ചെലവെത്രയാ? 960 കോടി രൂപയാണ്. വലിയ ദുരിതകാലം. ഞങ്ങളുടെ ചോദ്യം, കേരളത്തിലെ സാമൂഹിക പെൻഷൻ കൊടുക്കാത്തതിനെ കുറിച്ച് വിലപിക്കുന്ന കോൺഗ്രസ് പ്രതിപക്ഷമേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ തുക വിതരണം ചെയ്യാൻ അവസരം തരാതെ കേരളത്തിന് 57,603 കോടി രൂപ ഈ ഗവൺമെന്റിന്റെ കാലത്തു മാത്രം വിഹിതം കൊടുക്കാത്ത കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ കേരളത്തിൽ തയ്യാറാകുന്നില്ല. അപമാനകരമായ ഇരട്ടത്താപ്പ്. ഞങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് എന്താ? ഇവിടെ ഭരണപക്ഷ പ്രതിപക്ഷമില്ല. നവകേരള സദസ്സിന്റെ മുമ്പിൽ ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്നത്. അദ്ദേഹം കൊട്ടാരക്കര നിയോജക മണ്ഡലത്തെ പ്രതിദാനം ചെയ്യുന്ന കൊട്ടാരക്കരയുടെ MLA ആണ് എന്നുള്ളത് കൊണ്ടല്ലേ? കേരളത്തിൽ 99 പേരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളൂ. 41 പേർ ഐക്യ ജനാധിപത്യ മുന്നണിയിലാണ്, പ്രതിപക്ഷത്താണ്. ആ 41 നിയോജക മണ്ഡലങ്ങളിലും അവർക്ക് അധ്യക്ഷത വഹിക്കാം. ആ 41 നിയോജക മണ്ഡലങ്ങളിലും അവർക്ക് അധ്യക്ഷ പ്രസംഗത്തിലും ഉപസംഹാര പ്രസംഗത്തിലും ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങൾ പറയാം. ഒരു തടസ്സവും ഞങ്ങൾക്കില്ല. കേരളത്തിലെ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്, ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരളത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരെ ഒരു മനുഷ്യനെ പോലെ ഉയർത്തെഴുന്നേറ്റു നടത്തേണ്ട വലിയ സമരത്തിന്റെ കാലമായിരിക്കുന്നു കേരളത്തിൽ. ആ സമരത്തിന് തയ്യാറെടുക്കണം എന്നാണ്. അതൊരു ജീവിത സമരമാണ്. പെറ്റനാടിനെ നാം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ സ്വാതന്ത്ര്യ സമരത്തെ പോലെ 1964 വരെ കേരളം നടത്തിയ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ്ങിന് വേണ്ടി നടത്തിയ സമരം പോലെ ഏതെങ്കിലും ജാതി മത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ ഒരു മനസ്സായി മലയാളി നടത്തേണ്ട സമാനതകളില്ലാത്ത സമരത്തിന്റെ മുഹൂർത്തത്തിലേക്ക് കേരളത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ നവകേരള സദസ്സ്. ആ നവകേരളം കേരളത്തിന്റെ സ്വപ്നങ്ങളിലൂടെ പിറക്കുന്ന നവകേരളമാണ്. എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും കൊടുക്കുന്ന നവകേരളം. ആ നവകേരളം എല്ലാവർക്കും എല്ലാവർക്കും ഭൂമിയും എല്ലാവർക്കും വീടും കൊടുക്കാൻ കഴിയുന്ന നവകേരളമാണ്. ആ നവകേരളം ജലജീവൻ മിഷനിലൂടെ എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാൻ പോകുന്ന നവകേരളമാണ്. ആ നവകേരളം ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്തതുപോലെ ആദിവാസി ഊരുകളിലും കുടിലുകളിലും അടക്കം കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി
സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ വേദിയായി മാറ്റിയ നവകേരളമാണ്. ആ നവകേരളം സമ്പൂർണമായ ആരോഗ്യം കേരളത്തിന് പ്രദാനം ചെയ്യാവുന്ന നവകേരളമാണ്. ആ നവകേരളം എല്ലാവർക്കും വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുന്ന നവകേരളമാണ്. ആ നവകേരളം കേരളത്തിലെ എല്ലാ വിലക്കയറ്റത്തിൽ നിന്നും പിടിച്ചു നിർത്താനുള്ള നടപടികൾ ആരംഭിക്കാൻ കഴിയുന്ന നവകേരളമാണ്. ആ നവകേരളത്തിന്റെ മാനിഫെസ്റ്റോ ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ ജനമനസ്സുകളുടെ മുമ്പിൽ ഈ കഴിഞ്ഞ 12 ജില്ലകളിലെയും നവകേരള സദസ്സുകളിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ടവരെ, അതിഭീകരമായ പ്രളയം, അതിഭീകരമായിട്ടുള്ള ദുരന്തത്തിന്റെ പേമാരി വിളച്ച കോവിഡ്, നിപ്പ, ഓക്കി, 7.5 വർഷക്കാലത്തിനിടയിൽ മലയാളി കണ്ടുപരിചയപ്പെട്ടിട്ടില്ലാത്ത എല്ലാ ദുരന്തങ്ങളും ഇരമ്പിയാർത്ത് കേരളത്തെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചപ്പോ ഒരു ദുരന്തത്തിനും 3.5 കോടി മലയാളിയിൽ ഒരാളെപ്പോലും വിട്ടുകൊടുക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മലയാളത്തെ സംരക്ഷിച്ച ലോക മലയാളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതാ കേരള മന്ത്രിസഭ കൊട്ടാരക്കരയിലെ നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് വരികയാണ്, വന്നെത്തിച്ചേരുകയാണ് ഈ നവകേരള സദസ്സിന്റെ സന്ദേശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, മുഖ്യമന്ത്രി എത്തിച്ചേർന്നു. ഞാൻ സംസാരിച്ച് ഏതാണ്ട് ഇത്തിരി നേരമായിട്ടേ ഉള്ളൂ, ഇനി ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി നിർദ്ദേശത്തോടു കൂടി ഒരു 10 മിനിറ്റ് കൂടി സംസാരിച്ച് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ആ നവകേരളത്തെ രൂപീകരിക്കാൻ എല്ലാവർക്കും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന, എല്ലാവർക്കും ഭൂമി നൽകുന്ന, എല്ലാവർക്കും വീട് നൽകുന്ന, കേരളത്തിന്റെ കാർഷിക മേഖല ലോകോത്തര നിലവാരത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന, വിലക്കയറ്റത്തെ ഏതു തരത്തിലും പിടിച്ചു നിർത്താൻ പോകുന്ന, നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് പൊതുവിദ്യാഭ്യാസത്തിന്റെ ഔന്നത്യം മാത്രമല്ല, ലോകത്ത് എവിടെയും കണ്ടിട്ടില്ലാത്ത വിധം വിദ്യാഭ്യാസത്തിന്റെ, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ലോക ഹബ്ബാക്കി മാറ്റാൻ പോകുന്ന, എല്ലാ കുടിലുകളിലും ആദിവാസി ഊരുകളിലും വെളിച്ചമെത്തിക്കാൻ കഴിഞ്ഞ, എല്ലാ വീടുകളിലും പൈപ്പിലൂടെ വെള്ളം കുട്ടാൻ കഴിയുന്ന വിധത്തിൽ സമ്പൂർണ്ണ ജലവിതരണം സാധ്യമാക്കുന്ന നവകേരളത്തിന്റെ ആശയപരമായ ചിന്തകളിലേക്ക് ലോകത്ത് അത്ഭുതകരമായി ഒരു ഗവൺമെന്റ് മാറുകയാണ്. ആ ഗവൺമെന്റിനെയാണ് കഴുത്തുഞെരിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തുന്നത്. എല്ലാവർക്കും ഭൂമി എന്ന സങ്കല്പം കേരളത്തിൽ സാധ്യമാക്കാൻ ഈ ഗവൺമെന്റ് ശ്രദ്ധേയമായ നടപടിക്രമങ്ങളിലൂടെ കടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആരംഭിക്കപ്പെട്ട പട്ടയ മിഷൻ. കൊട്ടാരക്കര ഉൾപ്പെടെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും MLA-മാർ അധ്യക്ഷന്മാരായി പട്ടയ അസംബ്ലികൾ ഉണ്ടാകുന്നു. ആ പട്ടയ അസംബ്ലികളിൽ ജനപ്രതിനിധികൾ പങ്കെടുത്ത് തന്റെ വാർഡിൽ ഇനി കൊടുക്കാനുള്ള ഏതെങ്കിലും ഭൂമിയെ കുറിച്ചിട്ടുള്ള സംശയം ഉന്നയിക്കുന്നു. ആ പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തുന്നു. താലൂക്ക് തല ദൌത്യ സംഘവും ജില്ലാതല ദൌത്യ സംഘവും സംസ്ഥാനതല ദൌത്യ സംഘവും ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിയമപരമായ കുരുക്കിലും മാറ്റത്തിലും പെടേണ്ട പ്രശ്നമാണെങ്കിൽ അതുൾപ്പെടെ പരിഹരിച്ച് ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കേവലം കൈവശക്കാർക്ക് മാത്രമല്ല, 957 ഗവൺമെന്റ് സ്വപ്നം കണ്ട ഭൂരഹിതനായ ഒരു മനുഷ്യനുമില്ലാത്ത കേരളം ഈ കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പട്ടയ മിഷൻ കേരളത്തിൽ സാധ്യമാവുകയാണ്.
എല്ലാ മൂന്നാമത്തെ വെള്ളിയാഴ്ചയും 3 മണിക്ക് ചേരുന്ന വില്ലേജ് തല ജനകീയ സമിതികൾ. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗങ്ങൾ അതിലംഗങ്ങളാണ്. അവർ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പട്ടയ പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ അതും പട്ടയത്തിന്റെ ഡാഷ്ബോർഡിൽ ഉണ്ടാകും. പട്ടയ മിഷൻ ഇന്ത്യയിൽ തന്നെ അത്ഭുതകരമായ മാറ്റമുണ്ടാക്കുന്ന വഴികളിലേക്ക് പോയിരിക്കുന്നു. 967 ആരംഭിച്ചതാണ് കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ നടപടികൾ. 55 വർഷക്കാലം കഴിഞ്ഞ് കേവലം 950 വില്ലേജുകളിൽ അത് എത്തി നിൽക്കുന്നു. ആധുനിക സാങ്കേതിക വിദ്യ വേണ്ടത്ര എത്തിപ്പെട്ടിട്ടില്ല. 996 ടോട്ടൽ സ്റ്റേഷൻ വന്നു. ടോട്ടൽ സ്റ്റേഷൻ 2022 വരെ അളന്നത് കേവലം 82,000 ഹെക്ടർ ഭൂമിയാണ്. കഴിഞ്ഞ നവംബർ 1 തിരുവനന്തപുരത്തെ ടാഗോർ സെന്റിനറി ഹാളിൽ വെച്ച് ആ ഹാളിന്റെ അളവെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി റഗ്ഡ് ടാബിലൂടെ എടുത്തളവിൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ കേവലം 10 മാസം അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉപകരണങ്ങളുമായി 10 മാസം ഈ കേരളത്തിൽ പിന്നിട്ടപ്പോ പ്രിയപ്പെട്ടവരെ, അഭിമാനപൂർവ്വം ഈ ഗവൺമെന്റ് പറയട്ടെ, കേവലം 10 മാസക്കാലം കൊണ്ട് 1,77,000 ഹെക്ടർ ഭൂമി കേരളത്തിൽ അളന്നു തിട്ടപ്പെടുത്തി. റവന്യൂ വകുപ്പിന്റെ മന്ത്രി എന്ന ഉത്തരവാദിത്വ ബോധത്തോടെ പറയുന്നു, ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് കേരളം സമ്പൂർണമായ ഡിജിറ്റൽ സർവേക്ക് വിധേയമാകും. 854 കോടി 48 ലക്ഷം റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ നിന്ന് അതിനവതരിപ്പിക്കാൻ കഴിഞ്ഞു. വർഷങ്ങളായുള്ള പ്രശ്നമായിരുന്നു കൊല്ലം ജില്ലയിലെ പുനലൂരിലെ പേപ്പർ മിൽ. എത്രയോ വർഷങ്ങൾ നീണ്ട പ്രശ്നം. പുനലൂരിലെ മുഴുവൻ പേപ്പർ മില്ലിലെ കൈവശക്കാർക്കും ഭൂമി കൊടുത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് പുനലൂരിൽ എത്തിച്ചേർന്നാണ്. കൊട്ടാരക്കര താലൂക്കിലെ ചിതറ കണ്ണങ്കോട് മിച്ചഭൂമി കോളനിയിലെ 168 കുടുംബങ്ങൾക്ക് പട്ടയം നൽകണമെന്ന ദീർഘകാലത്തെ ആവശ്യം നടന്നു വരികയാണ്. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി പറയട്ടെ, പത്തനാപുരം പുനലൂർ താലൂക്കുകളിൽ ഉൾപ്പെടുന്ന വനഭൂമി പട്ടയം 1/1/1977 മുമ്പ് അത് കൈവശം വെച്ച 4,552 പേരുടെ സർവേ പൂർത്തിയാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ പരിവേഷ് പോർട്ടലിൽ ഇതിനകം അപ്ലോഡ് ചെയ്തിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം കിട്ടിയാൽ 1 വർഷക്കാലത്തിനുള്ളിൽ പുനലൂർ, പത്തനാപുരം മണ്ഡലങ്ങളിലെ താലൂക്കുകളിലെ എല്ലാ വനഭൂമിയുമായി ബന്ധപ്പെട്ട പട്ടയ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ കേരളത്തിലെ പട്ടയ മിഷൻ മുന്നോട്ടു പോവുകയാണ്. രാജീവ് ദശലക്ഷം പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും പട്ടയം. ഭൂരഹിതരില്ലാത്ത പുനലൂർ എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് സമ്പൂർണമായ പദ്ധതി ആ വിധത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു വകുപ്പായി, ഒരു ഇടപെടലായി ഗവൺമെന്റിന്റെ കാലത്ത് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറിയിരിക്കുന്നു. കൊട്ടാരക്കരയിൽ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, കഥകളിയുടെ സ്വന്തം നാട്ടിൽ, കഥകളിയുടെ അനുഭവങ്ങളുള്ള ഈ നാട്ടിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവിടെ ഒരു സാംസ്കാരിക നിലയം വേണം. സാംസ്കാരിക വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ച് സാംസ്കാരിക നിലയത്തിന് കൊട്ടാരക്കരയുടെ സ്റ്റേഷന് സമീപമുള്ള 20 സെന്റ് സ്ഥലം സാംസ്കാരിക നിലയത്തിനു വേണ്ടി സാംസ്കാരിക വകുപ്പിന് അനുവദിച്ചതായി വളരെ സന്തോഷപൂർവ്വം കൊട്ടാരക്കരയിലെ ഈ സൗകര്യത്തെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ഇവിടെ പറഞ്ഞു, കൊട്ടാരക്കരയിൽ ഇവിടെ വന്നു കണ്ടാലറിയാം, പൊതുവായി നിൽക്കാനുള്ള ഇടങ്ങളില്ലാത്ത സ്ഥലമായി ഇത് മാറി. കേരളത്തിൽ എല്ലായിടത്തും നവകേരള സദസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പ്രദേശങ്ങളില്ല. കൊട്ടാരക്കരയിൽ പക്ഷെ പ്രത്യേകമായ പ്രശ്നമുണ്ട്. KIP മേഖലയിൽ നിലനിന്നിരുന്ന കൊട്ടാരക്കരയിലെ രവിനഗറിലെ 3 ഏക്കറോളം വരുന്ന ഭൂമി ഈ കൊട്ടാരക്കരയിലെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം എന്ന് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് മറ്റേതെങ്കിലും വകുപ്പിന് അത് മാറ്റിക്കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കുറഞ്ഞ കാലത്തിനുള്ളിൽ ആ പ്രവർത്തനം നിർവഹിക്കും. നേരത്തെ മുതലുണ്ടായിരുന്ന പ്രശ്നമാണ് കൊട്ടാരക്കരയിലെ ജയിൽ മാറ്റി സ്ഥാപിക്കാനുള്ള സ്ഥലം വേണം. കൊട്ടാരക്കരയിൽ ജയിൽ മാറ്റി സ്ഥാപിക്കാനുള്ള സ്ഥലം അടിയന്തരമായി കണ്ടെത്താൻ കൊട്ടാരക്കരയിലെ റവന്യൂ വകുപ്പിന് ഇതിനകം ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. 2024 അത് സാധ്യമാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൊട്ടാരക്കരയിലെ റെയിൽവേ സ്റ്റേഷന് സമീപം നമ്മുടെ നാട്ടിലെ ലൈഫ് പദ്ധതികൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ ഏറ്റവും കുറഞ്ഞ സബ്സിഡിയോടെ കൊടുക്കാൻ കഴിയുന്ന സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ കലവറ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനാവശ്യമായ സ്ഥലം റവന്യൂ വകുപ്പ് ലീസിന് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു.
കൊട്ടാരക്കര കേരളം കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങളിലേക്കാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളോട് പലതും ബാലഗോപാല മിനിസ്റ്റർ പറയാറില്ല. കാരണം 5 അപ്പം കൊണ്ട് 5000 പേർക്ക് കൊടുത്തതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കഴുത്തു ഞെരിച്ചു കൊല്ലുമ്പോഴും വളരെ ഭദ്രമായി കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിന്റെ ചുക്കാൻ പിടിക്കാൻ ചുമതലപ്പെട്ട ഒരു മന്ത്രി അത്ര കൃത്യതയോടുകൂടി ഇത് നിർവഹിക്കുമ്പോ ഞങ്ങൾ കൊട്ടാരക്കരയിൽ വന്ന് പലതും കണ്ട് അത്ഭുതപ്പെടുകയാണ്. ഇന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണ യോഗങ്ങളിൽ പറഞ്ഞതുപോലെ 2.5 കിലോമീറ്റർ നീളത്തിൽ 2 മേൽപ്പാലങ്ങളുമായി കൊട്ടാരക്കരയിലെ ബൈപ്പാസ് പ്രിയപ്പെട്ടവരെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് യാഥാർത്ഥ്യമാവുകയാണ്. കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കപ്പെടുന്ന പദ്ധതികളിൽ 130 കോടി രൂപ മുടക്കി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. 6 മാസക്കാലത്തിനുള്ളിൽ ഈ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ IT കമ്പനികളിലൊന്നായ സോഹോ കോർപ്പറേഷൻ അവരുടെ ഇന്ത്യയിലെ 2ാമത്തെ റെസിഡൻഷ്യൽ ക്യാമ്പസ് ആരംഭിക്കുന്നത് ഈ കൊട്ടാരക്കരയിലാണ് എന്നുള്ളത് ഒരു പുതിയ അനുഭവമാണ്. ആഗോള അക്കൗണ്ടിംഗ് കമ്പനിയായ GR8 അഫിനിറ്റി കൊട്ടാരക്കരയിലെ കുളക്കട അസാപ് ലീപ് സെന്ററിൽ എംപാനൽഡ് ഏജൻസി എന്ന കോഴ്സ് നടത്തുകയും 25 വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 5 ലക്ഷം രൂപ ശമ്പളമായി ലഭിക്കുന്ന വിധത്തിലുള്ള തൊഴിൽ നടപടികൾ നടക്കുകയും ചെയ്യുകയാണ്. കൊട്ടാരക്കര KSRTC ഡെപ്പോയിലെ കാലപ്പഴക്കം സംഭവിച്ച കെട്ടിടങ്ങൾ പൊളിച്ച് നവീനമായ ഡിപ്പോ നിർമ്മിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചതും സന്തോഷപൂർവ്വം ഈ ഘട്ടത്തിൽ പറയുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. നവകേരള സദസ്സ് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായി മലയാളം ഒരു മനസ്സായി ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസങ്ങളില്ലാതെ ഒരു മനസ്സായി ഒരു മനുഷ്യനെ പോലെ ഉയർത്തെഴുന്നേറ്റു നിൽക്കും ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ എന്ന് പ്രഖ്യാപിക്കാനുള്ള സദസ്സാണ്. കേരളത്തെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ അനുവദിക്കണോ? കേരളത്തിലെ കേന്ദ്ര ഗവൺമെന്റ് 7.5 കൊല്ലമായി അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റിനെ കഴുത്തു പിടിച്ചു ഞെരിക്കാൻ എത്രയേറെ പദ്ധതികൾ. ED വന്നു, എൻഫോഴ്സ്മെന്റ് വന്നു, CBI വന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തീരും മുമ്പ് കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ജയിലുകളിലായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പ്രതിപക്ഷവും അതിന്റെ കൂലിയെഴുത്തുകാരും 7.5 വർഷക്കാലമായി ചൂലഴിച്ചിട്ടതുപോലെ കേരളത്തെ പരീക്ഷിച്ച EDക്കും എൻഫോഴ്സ്മെന്റിനും CBIക്കും ഈ ഗവൺമെന്റിലെ ഒരു മന്ത്രിയെയും തൊടാനാവാഞ്ഞത് ശുദ്ധമായ കൈകളാണ് ഈ ഗവൺമെന്റിന്റെ കയ്യിൽ എന്നുള്ളത് കൊണ്ടല്ലേ? അതിൽ തീരില്ല ഈ ഗവൺമെന്റിനെ കൊല്ലാൻ. കേരളത്തിലെ സാമ്പത്തിക സംവിധാനത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു. ദുരന്തത്തിന്റെ പ്രളയകാലത്ത്, അതിഭീകരത വിതച്ച കോവിഡ് കാലത്ത് അരി കൊടുക്കേണ്ട ഘട്ടത്തിൽ കേരളത്തിന്റെ എല്ലാ സഹായങ്ങളും നിഷേധിച്ച് കേരളത്തെ ഒറ്റപ്പെടുത്താൻ ചുറ്റും നിന്ന് ആക്രമിച്ചു. കേരളത്തിൽ ഒപ്പം നിൽക്കേണ്ട പ്രതിപക്ഷം കേവല ലാഭത്തിനും താല്പര്യത്തിനും വേണ്ടി ഒപ്പം നിന്നു. എന്നിട്ടും ഈ നവോത്ഥാന സദസ്സിന്റെ മുമ്പിൽ മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു, നിർദ്ദേശിക്കുകയല്ല അഭ്യർത്ഥിച്ചു, നിങ്ങളും കൂടി വരൂ. ജനാധിപത്യം എതിർപക്ഷത്തിന്റെ കൂടി കലയാണ്. ജനാധിപത്യം വിയോജിപ്പിന്റെ കൂടി കലയാണ്. നിങ്ങൾക്ക് കൂടി ഇടമുണ്ട് ഈ കേരളത്തിൽ. എത്രയോ തവണ ഞങ്ങൾ ക്ഷണിച്ചപ്പോഴും ഒറ്റപ്പെടുത്തി കേരളത്തെ കൊല്ലാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ ആക്രമിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെയല്ല, 3.5 കോടി മലയാളിയുടെ സ്വപ്നങ്ങളെയാണെന്ന് തിരിച്ചറിയേണ്ട ഘട്ടത്തിലേക്ക് ഈ കേരളം പോയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവസാനം കേരളത്തെ കഴുത്തു പിടിച്ചു ഞെരിച്ചു കൊല്ലാൻ ഒരു ഭരണഘടന ഉപകരണത്തെ ഉപയോഗിക്കുകയാണ്. അത് കേരളത്തിലെ ഗവർണറെയാണ്. കേരളത്തിലെ ഗവർണർ, കേരളത്തിലെ എക്സിക്യൂട്ടീവിന്റെ ചെയർമാൻ കേരളത്തിലെ ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോകുന്നത് എന്തിനാ? ഇന്നിപ്പോൾ ഈ യോഗം നടക്കുമ്പോ കോഴിക്കോട്ടെ മിഠായി തെരുവിൽ, നേരത്തെ വാസവൻ മിനിസ്റ്റർ ഇവിടെ പറഞ്ഞല്ലോ, കോഴിക്കോട്ടെ മിഠായി തെരുവിൽ ഒരു നാടകം നടത്തിയിട്ട് ഗവർണർ പറയുകയാണ്, എന്റെ ജനസമ്മതിയുടെ തെളിവിതാണ്, എന്റെ ജനസമ്മതിയുടെ അടയാളം ഇതാണ്. പൂരപ്പറമ്പിൽ ആന മതിച്ചാലും ആളുകൂടും, അത് സാധാരണയാണ്, അതൊരു കൗതുകത്തിനാണ്. ആ കൂടുന്ന ആനയുടെ കൂട്ടത്തിൽ ഇതെല്ലാം ആനയ്ക്ക് കിട്ടുന്ന പിൻബലമാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനം വിഡ്ഢികളുടെ സ്വർഗത്തിലായിരിക്കുമെന്ന് ജനാധിപത്യ കേരളം പ്രഖ്യാപിക്കാൻ പോകുന്ന അനുഭവം കേരളത്തെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ വെല്ലുവിളിച്ചാൽ തീരാവുന്നതാണോ കേരളം? ആരുടെ മുമ്പിലും വെല്ലുവിളികളെ നേരിടുന്നതല്ല ഈ ഗവൺമെന്റ്. കാരണം ഈ ഗവൺമെന്റിന് ഒരു ലക്ഷ്യമേ ഉള്ളൂ, കേരളത്തെ, നവകേരളത്തെ ലോകത്തിന്റെ മുമ്പിൽ ശ്രദ്ധയോടെ കൊണ്ടുപോകണം. ഒരു ദുരിതത്തിലും കേരളം പകച്ചു നിൽക്കരുത്.
കേരളം ജനാധിപത്യത്തിന്റെ ഇടമായി മാറണം, സമ്പന്നതയുടെ മുന്നോട്ടു പോക്കായി മാറണം. ആ കേരളത്തെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ആ കേരളത്തിലെ ഗവൺമെന്റിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ഗവൺമെന്റിനെ തകർക്കാം എന്നാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിട്ട കുപ്പായത്തിന്റെ മാന്യത കൊണ്ടാണ് എല്ലാം പറഞ്ഞു പോകാത്തത്. അങ്ങനെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ ഗവർണർ ഉൾപ്പെടെ ആരിഫ് മുഹമ്മദ് ഖാനെയല്ല കേരളം ബഹുമാനിക്കുന്നത്, കേരളത്തിന്റെ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെയാണ്. അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി അധികാരം ഉപയോഗിച്ച് കേരളത്തെ തൊടാം എന്നാണ് കരുതുന്നതെങ്കിൽ കേരളത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവരറിയണം. ഇതിനേക്കാൾ സ്വേച്ഛാധിപതിയായിരുന്ന സർ CP-യുടെ മൂക്കു മുറിച്ചു നാടുകടത്തിയ നാടിന്റെ പേരാണ് ഈ കേരളം എന്ന ചരിത്രം കേരളം അഭിമാനത്തോടെ ഓർത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ, അവകാശങ്ങളെ സംരക്ഷിക്കാൻ, കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നവകേരള സങ്കല്പങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളും നിങ്ങളുമില്ല. നാം കേരളീയ ജനത ഒരു മനുഷ്യനെ പോലെ ഉയർത്തെഴുന്നേറ്റ് അവകാശ സമ്പാദനത്തിന്റെ പാതയിൽ അവസാന നിമിഷം വരെ ഒരു മനസ്സായി നിൽക്കുമെന്ന സന്ദേശം പകർന്ന് ഇവിടെ എത്തിച്ചേർന്ന 10,000-ങ്ങളെ ഈ ഗവൺമെന്റിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നമ്മുടെ ഈ നാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ക്യാബിനറ്റ് അംഗങ്ങളും എല്ലാവരും ഉണ്ട്. എല്ലാവരെയും നമ്മൾ സ്വീകരിക്കുന്നു. ആദ്യമായിട്ട് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ സ്വീകരിക്കുന്നു. അടുത്തതായി ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവരെ സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ശ്രീ കെ കൃഷ്ണൻകുട്ടി ബഹുമാനായ വൈദ്യുതി വകുപ്പ് മന്ത്രിയെ സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു അവരെ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ട പോർട്ട് മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവലിനെ സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനെ സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവനെ സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും നമ്മുടെ ജില്ലയിൽ നിന്ന് തന്നെയുള്ള മന്ത്രിയായിട്ടുള്ള ശ്രീമതി ജയ ചിഞ്ചുറാണി അവരെ സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനെ സ്വീകരിക്കുന്നു. ഇവിടെ വന്നിട്ട് പോയതാണ് ശ്രീ മുഹമ്മദ് റിയാസ്, അതുപോലെ മറ്റ് മന്ത്രിമാരിവിടെ വന്നിരുന്നു. അവർ വന്നിട്ട് പോയതാണ്. അന്നേരം നമുക്ക് ഉള്ള ഉപഹാരം നമുക്ക് നൽകാൻ പറ്റിയിട്ടില്ല. ശ്രീ P പ്രസാദ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അവരെ സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷിനെ സ്വീകരിക്കുന്നു. ശ്രീമതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു R ടീച്ചറെ സ്വീകരിക്കുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രിയും സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ GR അനിലും വീണ ജോർജും ഇവിടെ വന്നിട്ടാണ് പോയത്. ശ്രീ ശശീന്ദ്രൻ മിനിസ്റ്ററും ഇവിടെ ഇപ്പോഴില്ല. ഇവിടെ ഈ വേദിയിലുള്ള ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മന്ത്രി ശ്രീ V അബ്ദുൾ റഹ്മാനെ സ്വീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വളരെ പ്രിയങ്കരനായ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ക്ഷണിക്കും. സഹോദരീ സഹോദരന്മാരെ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും
ഇവിടെ വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിന് സംഘടിപ്പിച്ചൊരു പരിപാടിയാണിത്. നാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ജനസമക്ഷമാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നിശ്ചയിച്ചത്. ഇത് നമ്മുടെ നാടിൻ്റെ ഭാവിയെ ബാധിക്കുന്നൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ നാടിൻ്റെ പുരോഗതി, അതിനെ തടയാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നീക്കങ്ങൾ ഏത് രീതിയിൽ നാടിനെ ബാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ നാട് സാമ്പത്തികമായി വല്ലാത്ത ഞെരുക്കം അനുഭവിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന് ഈ പറയുന്ന രീതിയിലുള്ളൊരു സാമ്പത്തിക പ്രയാസം അനുഭവിക്കേണ്ടതില്ല. കാരണം സാമ്പത്തിക പ്രയാസത്തിനിടയാക്കുന്ന പ്രവർത്തനമല്ല കേരളം കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ കാലയളവിൽ നമ്മുടെ നാടിന് നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. 2016 അന്നത്തെ UDF സർക്കാർ നാടിനെ വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരു ഘട്ടം പിന്നിടുന്നത്. 2011-16 കാലമായിരുന്നു UDF ഇവിടെ ഭരിച്ചത്. സമസ്ത മേഖലകളും പിന്നോട്ട് പോവുകയും കേരളത്തെ ഇനി രക്ഷിക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്ത ഒരു കാലമായിരുന്നു അത്. പക്ഷേ 2016 ശേഷം നമ്മൾ നല്ല പുരോഗതി നേടി എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിലൊന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വളർച്ചാ നിരക്കാണ്. അത് സംസ്ഥാനത്തിൻ്റെ പുരോഗതി ഏത് തരത്തിലെന്ന് വ്യക്തമാക്കുന്ന ഒന്നാണ്. ഈ 2016 തൊട്ട് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നാം 8% ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ചു എന്നതാണ് കാണാൻ കഴിയുക. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായ ഇടപെടൽ, നമ്മുടെ കാര്യക്ഷമതയോടെയുള്ള ധനകാര്യ മാനേജ്മെൻറ്റ്, ഇതെല്ലാമാണ് ഇത്തരമൊരവസ്ഥ സൃഷ്ടിക്കുന്നതിനിടയാക്കിയത്. ഈ ആഭ്യന്തര വളർച്ചാ നിരക്ക് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം, അതിലും വലിയ വളർച്ച നേടാൻ നമ്മുടെ നാടിന് കഴിഞ്ഞു. അത്
ഈ കാലയളവിൽ 41% വർദ്ധിപ്പിക്കാനായത്. ഇപ്പോൾ നേരത്തെ ഉള്ളതിൽ നിന്നും 41% കൂടുതൽ തനത് വരുമാനം നമ്മുടെ സംസ്ഥാനത്തിന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. അപ്പം അത്തരമൊരു സംസ്ഥാനത്ത് സാധാരണ നിലയിൽ സാമ്പത്തിക മേഖലയിൽ വലിയ പ്രയാസം അനുഭവപ്പെടേണ്ടതില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം അത് വലിയ തോതിൽ ഈ കാലയളവിൽ വർദ്ധിച്ചതായാണ് കാണാൻ സാധിക്കുക. നേരത്തെ ആഭ്യന്തര ഉൽപ്പാദനം 5 ലക്ഷം കോടിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒടുവിലത്തെ കണക്കനുസരിച്ച് 10 ലക്ഷം കോടിയായി അത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മികവാർന്ന പ്രവർത്തനം നമ്മുടെ സംസ്ഥാനത്ത് പൊതുവെ ഉണ്ടായി എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. അതോടൊപ്പം പ്രതിശീർഷ വരുമാനം, കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം നേരത്തെ 2016 LDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 1,48,000 രൂപയായിരുന്നു. 1,48,000 രൂപ പിന്നീട് 7 വർഷം കഴിയുമ്പോൾ 2,28,000 രൂപയായി വർദ്ധിപ്പിക്കാനായി. അപ്പോൾ ഏത് മാനദണ്ഡം നോക്കിയാലും നമ്മുടെ സംസ്ഥാനം നല്ല പുരോഗതി ഇത്തരം കാര്യങ്ങളിൽ നേടിയിരിക്കുന്നു. പിന്നെ എന്തേ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകുന്നതിന് പ്രയാസം വരും വിധം ഈ പറഞ്ഞ സാമ്പത്തിക രംഗം പ്രയാസത്തിലാകുന്നത്? അതിന് അതിൻ്റേതായ കാരണമുണ്ട്. ആ കാരണം ഒരു നാടിൻ്റെ വരുമാനം എന്നത് ആ നാട് സ്വന്തമായി ഉണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല, സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗമായുള്ള ഒരു വിഹിതമുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള സൗജന്യമല്ല. ഇപ്പം നമ്മുടെ നികുതി ഏറെക്കുറെയെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കയ്യിലാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നികുതി വിഹിതം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ടതാണ്. അത് തോന്നിയ പോലെ കൊടുക്കുകയല്ല വേണ്ടത്, കൃത്യമായ മാനദണ്ഡമനുസരിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇതിന് കൃത്യമായി മാനദണ്ഡമില്ല എന്നുള്ളതാണ്. ഒരു സുതാര്യതയും വെച്ച് പുലർത്തുന്നില്ല. തോന്നുംപടി നികുതി വീതം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റെ വീതം വല്ലാതെ കുറയുന്നു. മറ്റ് ചിലയിടത്ത് ആ വിഹിതം ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ട പണത്തിലാണ് കുറവ് വരുന്നത്. നികുതി വിഹിതം കുറയുമ്പോൾ നമ്മുടെ കയ്യിലെത്തേണ്ട പണത്തിൽ ഒരു ഭാഗം ഇല്ലാതാവുകയാണ്. ഇത് ഒരു ഭാഗമേ ആകുന്നുള്ളൂ. മറ്റൊന്ന് റവന്യൂ കമ്മി ഗ്രാൻഡാണ്. റവന്യൂ കമ്മി ഗ്രാൻഡ് അതും കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊടുക്കേണ്ടത്. ധനകാര്യ കമ്മീഷനുകൾ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ
കൃത്യമായി നിലപാടുകൾ എടുക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ ധനകാര്യ കമ്മീഷനുകളെയെല്ലാം സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വല്ലാതെ കുറയുന്ന നില വരികയാണ്. അതിൻ്റെ കണക്കുകൾ ഇവിടെ അവതരിപ്പിച്ചതാണ്. ഞാൻ ആ വിശദമായ കണക്കുകളിലേക്ക് പോകുന്നില്ല. പക്ഷേ നേരത്തെ 3.8% നമുക്ക് ലഭിച്ചിരുന്ന വിഹിതം അത് കുറച്ച് എവിടം വരെ എത്തി? 1.9 എത്തി, നേരെ പകുതി. ഇത് വലിയ തോതിൽ സംസ്ഥാനത്തെ പ്രയാസത്തിലാക്കുന്ന കാര്യമാണ്. സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തേണ്ട പണത്തിലാണ് ചുരുക്കം വരുന്നത്. ഇനി മറ്റൊരു ഭാഗം നമ്മുടെ കേരളത്തിലെ നമ്മളും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരം പദ്ധതികളുണ്ട്. ആ പദ്ധതികളിലെ ഒരു പ്രത്യേകത, സംസ്ഥാന സർക്കാർ ചെലവാദ്യം നിർവഹിക്കുക. ചെലവ് നിർവഹിച്ച ആ തുക, അതിൽ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് വഹിക്കേണ്ടതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നമ്മൾ ഉന്നയിക്കും. സാധാരണ തടസ്സമില്ലാതെ ആ തുക അനുവദിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇത് വലിയ കുടിശ്ശികയായി കിടക്കുകയാണ്. ആ കുടിശ്ശിക 5000 കോടിയിലധികം രൂപ വരും. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിൽ കിട്ടേണ്ട പണം ഇങ്ങനെ ഓരോ ഇനത്തിൽ കിട്ടാതിരിക്കുകയാണ്. അത് ഭീമമായ തുകയായി മാറുകയാണ്. അതോടൊപ്പമാണ് നമ്മുടെ നാടിനെ മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും പ്രധാനം ഈ പണത്തോടൊപ്പം ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി കടമെടുക്കേണ്ട അവസ്ഥയാണ്. കടമെടുക്കുന്നത് ഏതെങ്കിലും തരത്തിൽ നാടിനെ പ്രയാസത്തിലാക്കുന്നതാണെന്ന് കാണേണ്ടതില്ല. കടം ന്യായമായ പദ്ധതികൾക്കാണ് ചെലവിടുക. ആ പദ്ധതികൾ നാടിൻ്റെ പുരോഗതിക്കാണ് വഴിവെക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് കടം തിരിച്ചടക്കുക. ഇത് എല്ലാ വികസന കാര്യങ്ങളിലും എല്ലാ ഗവൺമെൻറ്റുകളും സ്വീകരിക്കുന്ന നിലപാടാണ്. നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമുണ്ട്. അതിൻ്റെ ഭാഗമായി കടമെടുക്കാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട്. ആ കടം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നിയമം നമ്മുടെ നിയമസഭ അംഗീകരിക്കുകയുണ്ടായി. അതനുസരിച്ചാണ് സംസ്ഥാനം കടമെടുക്കേണ്ടത്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അവർക്കില്ലാത്ത അധികാരം ഉപയോഗിക്കുകയാണ്. അത് ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണ്. ഭരണഘടനാ വിരുദ്ധമായ നിയമവിരുദ്ധമായ ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിലെ നിയമസഭയുടെ അധികാരത്തിന്മേലുള്ള കൈകടത്തലുമാണ്. കാരണം നിയമസഭയാണ് അതുമായി ബന്ധപ്പെട്ടൊരു നിയമം തന്നെ പാസാക്കിയത്. ഈ തരത്തിൽ ഭരണഘടനാ വിരുദ്ധം, നിയമവിരുദ്ധം, നിയമസഭയുടെ അധികാരത്തിൽ കൈകടത്തൽ എല്ലാം കൂടി ചേർന്നുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് വരുന്നത്. അതിൻ്റെ ഫലമായി നമ്മുടെ കയ്യിൽ കിട്ടേണ്ട പണത്തിലാണ് കുറവ് വരുന്നത്. ആ വിഹിതം കുറച്ചത് മാത്രമല്ല, അവരെ
അവർക്കാണ് അധികാരമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരം കവർന്നെടുത്തപ്പോൾ നമ്മൾ എടുക്കേണ്ട കടത്തിന്റെ വിഹിതം ഏകപക്ഷീയമായി കുറച്ചു. എന്നാൽ കുറച്ച വിഹിതം വെച്ച് കടമെടുക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഒരു പരിധി കുറച്ചു. ആ കുറച്ച പരിധിയുടെ അടിസ്ഥാനത്തിൽ കടമെടുക്കാൻ പറ്റുമോ? അതിനും കേരളത്തെ അനുവദിക്കില്ല എന്നുള്ളതാണ്. അവിടെയാണ് കിഫ്ബി ഒരു പ്രശ്നമായിട്ട് വന്നത്. കിഫ്ബി എടുക്കുന്ന കടം സംസ്ഥാനത്തിൻ്റെ കടമായി പരിഗണിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കിഫ്ബിയെ പോലെ തന്നെയുള്ള ഏജൻസികൾ ഒന്നിലധികം ഇന്ത്യ ഗവൺമെൻറ്റുണ്ട്. അവരൊന്നും എടുക്കുന്ന കടം ഇന്ത്യ ഗവൺമെൻറ് കടമായി പരിഗണിക്കുന്നില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് അത് ഞങ്ങൾക്ക് മാത്രം ബാധകമായ ഇളവാണ്, നിങ്ങൾക്കൊന്നും അത് ബാധകമല്ല. ആ നിലയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ? കിഫ്ബിയിലൂടെ നമ്മൾ കേരളത്തിൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ 7.5 വർഷമായി നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കിഫ്ബിയിലൂടെ ഏറ്റെടുത്ത പദ്ധതികൾ 83,000 കോടി രൂപയുടെ പദ്ധതികളാണെന്ന് കാണാൻ കഴിയും. അത്ര ഭീമമാണ് പദ്ധതികൾ. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ പറയുന്ന തരത്തിലുള്ള വികസന പദ്ധതികൾ കാണാം. സ്കൂളുകളുടെ കാര്യം, നമ്മുടെ ആശുപത്രികളുടെ കാര്യം, വിവിധ റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർബ്രിഡ്ജുകൾ, ഇനി മറ്റ് പദ്ധതികളുടെ ഭാഗമായുള്ള കെട്ടിടങ്ങൾ, ഇങ്ങനെ വിവിധ രീതിയിലാണ് കിഫ്ബിയുടെ ഇടപെടൽ വന്നിട്ടുള്ളത്. ഇതിനു പുറമെയാണ് നമ്മുടെ ബജറ്റ് വഴിയുള്ള പ്രവൃത്തിയും വരുന്നത്. അപ്പോൾ ഇത്രയും വിപുലമായ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് കിഫ്ബിയെ നമ്മൾ പുനർജീവിപ്പിച്ചതുകൊണ്ടാണ്. അതിലൂടെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇവിടെ അത് സമ്മതിക്കില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് സമീപനം. ഒറ്റ ഉദ്ദേശമേ അത് മുഖേന നല്ല നിലയിൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുന്നു. അപ്പോൾ കേരളത്തിൻ്റെ വികസനം തടയുക എന്ന ലക്ഷ്യം ഉണ്ടാകുമ്പോൾ ആദ്യം കൈവയ്ക്കേണ്ടത് കിഫ്ബിയെ തന്നെയാണ്. അതാണ് കേന്ദ്ര സർക്കാർ കിഫ്ബിയുടെ നേരെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ കാരണം. കിഫ്ബിക്ക് സമാനമായി കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി, NTPC, ഇവരെല്ലാം ഇഷ്ടം പോലെ കടം എടുക്കുന്നുണ്ട്. ആ എടുക്കുന്ന കടം ഇന്ത്യ ഗവൺമെൻറ് കടമല്ല, അത് അവരവരുടെ കടം മാത്രമാണ്, അത് സ്ഥാപനത്തിൻ്റെ കടമാണ്. ആ അവകാശം കേരളത്തിനുമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ അവകാശമില്ല, ഞങ്ങൾക്കേ ഉള്ളൂ, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 1600 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. നേരത്തെ 600 രൂപയാണ്, അത് വർദ്ധിച്ച് 1600-ലെത്തി നിൽക്കുന്നു. ഈ പെൻഷൻ മാസം തോറും കൃത്യമായി നൽകണമെന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി
ഒരു ക്ഷേമ പെൻഷൻ കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി പെൻഷൻ നൽകുക, കമ്പനിക്ക് പണം ഗവൺമെൻറ് നൽകുക. ഇതാണ് ഒരുക്കിയ സംവിധാനം. ഒരു പ്രശ്നവുമില്ലാതെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ കടപരിധിയിൽ വരും എന്ന് പറഞ്ഞാൽ അത് തടയൽ തന്നെയാണ് ഉദ്ദേശം. ഇവിടെ കേന്ദ്ര ധനമന്ത്രി നേരത്തെ കേരളത്തിൽ വന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ആളുകൾക്ക് ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നത്? 62 ലക്ഷത്തോളം പേർക്ക് പെൻഷൻ കൊടുക്കുന്നത് എന്തിനാണ് ഇത്ര ഭീമമായ പെൻഷൻ തുക 1600 രൂപ നിങ്ങൾ നൽകുന്നത്? ഈ ചോദ്യം ഇന്ത്യ ഗവൺമെന്റ് സാമ്പത്തിക നയത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച സാമ്പത്തിക നയം നമ്മുടെ നാട്ടിലെ സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുകയാണ്, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുന്ന നിലപാടാണ്. അതിൻ്റെ ഭാഗമായി ഏതെല്ലാം തരത്തിൽ പാവപ്പെട്ടവർ കൂടുതൽ പുറകോട്ട് പോകുന്നുവെന്നത് ഈ അടുത്ത കാലത്ത് ഒരു കണക്കിലൂടെ വ്യക്തമായിട്ടുണ്ട്. അത് ദരിദ്രാവസ്ഥയാണ്. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ രാജ്യമാണ്. ഇപ്പോൾ 2013 ലോകത്ത് നമ്മൾ 55-ാം സ്ഥാനത്തായിരുന്നു. 2013 10 വർഷം കഴിഞ്ഞ് 2023 ആയപ്പോൾ ഈ 55-ാം സ്ഥാനം 54-ആകുകയല്ല ചെയ്തത്. അങ്ങനെയാണ് ലേശം മെച്ചപ്പെട്ടു എന്ന് പറയുക. ഇവിടെ 55 111-ാം സ്ഥാനത്തേക്ക് കൂപ്പുകുത്തുന്ന നിലയുണ്ടായത്. പിന്നെ ചില്ലറ രാഷ്ട്രങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ. നമ്മുടെ അടുത്തുള്ള രാഷ്ട്രങ്ങളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തിയാൽ നമ്മളാണ് ദരിദ്രാവസ്ഥ ഏറ്റവും കൂടിയ സ്ഥലം. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമാണ്. സമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുക, പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുക. അതിൻ്റെ ഭാഗമായാണ് ഈ നില വന്നത്. നമ്മൾ ആ നില സ്വീകരിക്കുന്നില്ല. തീർത്തും ബദൽ സമീപനമാണ് ഇവിടെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് സമീപനം ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നയത്തിൽ അധിഷ്ഠിതമായ സാമ്പത്തിക നയമാണ്. ഈ നയമായിരുന്നു നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നത്. കോൺഗ്രസ്സാണ് ആഗോളവൽക്കരണ നയം ആദ്യം അംഗീകരിക്കുന്നത്. അതേ നയമാണ് BJPക്കുമുള്ളത്. കോൺഗ്രസ് ഗവൺമെന്റ് നേരത്തെ നടപ്പാക്കിയ ആഗോളവൽക്കരണ നയം കൂടുതൽ വീറോടെ, വാശിയോടെ BJP ഗവൺമെന്റ് നടപ്പാക്കുകയാണ്. ഇവിടെയാണ് നാം വേറിട്ട് നിൽക്കുന്നത്. നാം എന്ന് പറഞ്ഞാൽ കേരളമല്ല, അതും നമ്മൾ കാണണം. 2011 മുതൽ 2016 വരെയുള്ള കേരളം ഇതേ നയം അംഗീകരിച്ച നാടായിരുന്നു. അന്ന് 2 കേന്ദ്ര ഗവൺമെന്റുകളുണ്ടായിരുന്നു. ഒന്ന് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, മറ്റൊന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ആ 2 ഗവൺമെന്റുകളും ഒരേ നയമായിരുന്നു. രണ്ടും ആഗോളവൽക്കരണ നയം നടപ്പാക്കിയതാണ്. ആ നയം അതേപോലെ തന്നെ സ്വീകരിച്ച് നടപ്പാക്കുന്ന നിലപാടാണ് 2011 മുതൽ 2016 വരെ ഇവിടെ അധികാരത്തിലുണ്ടായിരുന്ന
UDF സർക്കാർ ചെയ്തത്. ആ സർക്കാരിൻ്റെ പ്രവർത്തനം, അതായത് ഈ നയത്തിൻ്റെ ഭാഗമായി കേരളത്തിന് സംഭവിച്ചത് നമ്മുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞു പോകുന്നതല്ല. കേരളം വലിയ തോതിൽ തകർന്നടിയുന്നതിന് ഇടയാക്കിയത് ആ നയമായിരുന്നു. ഇത് നാം ഓർക്കേണ്ടതാണ്. എന്നാൽ കേരളത്തിൽ അധികാരത്തിൽ വന്ന 2016 LDF ഗവൺമെൻറ് കൃത്യമായി ഒരു ബദൽ നയം മുന്നോട്ട് വെച്ചു. ഈ ബദൽ നയം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന ഒരു തുരുത്തായി കേരളം നിൽക്കുകയാണ്. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഇത് വല്ലാത്ത പ്രയാസം BJPയുടെ മനസ്സിന് സൃഷ്ടിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. കോൺഗ്രസിനും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ബദൽ നയമാണ് നടപ്പാക്കുന്നത്. ബദൽ നയത്തിൻ്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ വിശപ്പാണല്ലോ നമ്മൾ പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ അതിദരിദ്രരുടെ കാര്യം നേരത്തെ പറയുകയുണ്ടായി. ആ അതിദരിദ്രർ 0.7%. 0.7% അതിദരിദ്രം എന്ന് പറഞ്ഞാൽ സാധാരണ നിൽക്കൊരു ഗവൺമെൻറ് അവഗണിക്കാം, കാരണം 1% താഴെയാണല്ലോ. പക്ഷെ നമുക്ക് അങ്ങനെ അവഗണിക്കാനാവില്ല. അത് നാട്ടിൽ നമ്മോടൊപ്പം സാധാരണ നിലയിൽ ജീവിക്കാൻ കഴിയാത്ത ആളുകൾ അത് ഗൗരവമായി തന്നെ കണ്ട് അതിന് പരിഹാരം തേടാനുള്ള നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങിയത്. അതിൻ്റെ ഭാഗമായാണ് നേരത്തെ പ്രസ്താവിച്ച അതിദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗത്തെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. നാം അതിനൊരു ലക്ഷ്യമിട്ടു. ആ ലക്ഷ്യം 2025 നവംബർ 1 2025 നവംബർ 1 കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പരമദരിദ്ര വിഭാഗത്തിലുള്ള ഒരാളും അവശേഷിക്കരുത് എന്നാണ് ഗവൺമെൻറ് കാണുന്നത്. ഇത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ല. ഈ കഴിഞ്ഞ നവംബർ 1 കേരളത്തിൽ അതിൻ്റെ ഭാഗമായി എത്രത്തോളം പേര് അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിതരായി എന്ന കണക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. ആ കണക്കനുസരിച്ചാണെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്ക് തന്നെ നല്ല ഫലം വരും. പക്ഷേ നാം പ്രഖ്യാപിച്ചെടുത്ത് നിൽക്കുകയാണ് 2025 നവംബർ 1 ഒരാൾ പോലും അതിദരിദ്രാവസ്ഥയിൽ കേരളത്തിലുണ്ടാവില്ല. നമ്മുടെ രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയുന്നത് തന്നെയായിരിക്കും. അത് കേരളത്തിന് മാത്രം അവകാശപ്പെട്ടതുമായിരിക്കും. ഇത് കേന്ദ്രം അംഗീകരിച്ച നയത്തിൽ നിന്ന് വ്യത്യസ്തമായി BJPയുടെയും കോൺഗ്രസിൻ്റെയും സാമ്പത്തിക നയത്തിൽ നിന്ന് വ്യത്യസ്തമായ നയം LDF സർക്കാർ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമാണ്. നമ്മൾ ആ നിലയിലാണ് കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളോട് നിങ്ങൾ ഇത്ര പെൻഷൻ കൊടുക്കേണ്ടതുണ്ടോ, ഇത്ര ആളുകൾക്ക് നൽകേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അത് അവരുടെ ചോദ്യമായിട്ട് അവശേഷിക്കും. നമ്മളത് അംഗീകരിക്കാൻ പോകുന്നില്ല. നമ്മുടെ നിലപാട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായി തുടരുക എന്നുള്ളതല്ല, ആ പാവപ്പെട്ടവരെയും ഉദ്ധരിച്ച് നമ്മുടെ നാടിൻ്റെ പൊതുധാരയിലേക്ക് ഉയർത്തുക എന്നത് തന്നെയാണ്. അതിനാവശ്യമായ നടപടികൾ, ദരിദ്രാവസ്ഥ ഇല്ലാതാക്കുക, അതിനുള്ള സാമൂഹ്യമായ ഇടപെടലുകൾ അടക്കമാണ് നാം നടത്തുന്നത്. ഇത്തരത്തിലുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനോട് സാധാരണഗതിയിൽ അംഗീകരിച്ച് നിൽക്കുകയാണ് ഒരു കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. പക്ഷേ അവരതല്ല ചെയ്യുന്നത്.
ഇതുപോലുള്ള കാര്യങ്ങളെ ഒരു ശത്രുതാപരമായി സമീപിക്കാൻ തയ്യാറാവുകയാണ്. നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക പ്രയാസം എങ്ങനെ വരുന്നുവെന്ന ഭാഗമാണല്ലോ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഈ കടമെടുക്കാനുള്ള പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തുന്നു. ഈ പെൻഷൻ കമ്പനിയുടെ കടമെടുപ്പിൻ്റെ പരിധിയിൽപ്പെടുത്തുന്നു. ഇതും സാധാരണയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമെന്താണ്? അവിടെയാണ് നാം നാട് നേരിടുന്ന അവസ്ഥയുടെ ഗൗരവം കാണേണ്ടത്. നമ്മുടെ നാടിൻ്റെ കയ്യിലെത്തേണ്ട പണം, ആ പണത്തിലാണ് വലിയ കുറവ് വരുന്നത്. ആ പണം വെച്ചാണല്ലോ നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സമീപനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 7 വർഷത്തെ കണക്കെടുത്താൽ നമ്മുടെ കയ്യിലെത്തേണ്ട പണത്തിൽ വന്ന കുറവ് അതൊരു 5-10 കോടിയുടേതല്ല, 100-200 കോടിയുടേതല്ല, 1000-10,000 കോടിയുടേതല്ല, 1,07,500 കോടിയിൽ പരം രൂപയുടെ കുറവാണ് നമ്മുടെ കയ്യിലെത്തേണ്ട പണത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകും? ഒരു നാട് തകർന്നടിഞ്ഞു പോകാൻ ഇതിൽ പരം എന്ത് വേണം? ഇത് ക്രൂരതയല്ലേ? നാടിനോട് ചെയ്യുന്ന പാതകമല്ലേ? നമ്മുടെ ഭാവി കേരളം തകർക്കാനുള്ള നീക്കമല്ലേ? ഇതില് ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായ നടപടിയാണ് സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വത്തിന് ലംഘനം നടക്കുന്നു എന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത് സുപ്രീം കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമസഭയുടെ അധികാരത്തെ അടക്കം ചോദ്യം ചെയ്യുന്ന നിലയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടന സംരക്ഷിക്കുക എന്ന പ്രശ്നം കൂടി ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത്രത്തോളം കാര്യങ്ങൾ എത്തി നിന്നപ്പോൾ നവകേരള സദസ്സ് നേരത്തെ UDF ബഹിഷ്കരിച്ചതാണെങ്കിലും ഞങ്ങൾ ഈ സാഹചര്യത്തിൽ അഭ്യർത്ഥന വീണ്ടും വെച്ചു. അത് ഈ പ്രത്യേക സാഹചര്യം നമ്മൾ LDF UDF നിലക്ക് തർക്കിച്ച് നിൽക്കേണ്ട സമയമല്ല. നമുക്കൊന്നിച്ച് നിൽക്കാനാകണം. കേരളത്തിൻ്റെ ആവശ്യം ഒന്നിച്ചു ചേർത്താനാവണം. ഇത് നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ പ്രശ്നമാണ്. നാടിൻ്റെ തകർച്ച തടയാൻ ഒന്നിച്ചു നിൽക്കലാണ് വേണ്ടത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച ചെയ്യണം, നിങ്ങളുമായി ചർച്ച ചെയ്യണം എന്ന അഭിപ്രായമുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് ഞങ്ങൾ സന്നദ്ധമാണ്. നമുക്ക് ചർച്ച ചെയ്യാം. ഇത്രയെല്ലാം പരസ്യമായി പറഞ്ഞത് ആരാ? ഈ കേരളത്തിൻ്റെ മന്ത്രിസഭയാണ് പറഞ്ഞത്. കേരളത്തിലെ ഗവൺമെന്റ് കേരളത്തിന് വേണ്ടി നടത്തിയ അഭ്യർത്ഥനയാണത്. പക്ഷെ അഭ്യർത്ഥന കേൾക്കേണ്ട താമസം മറുപടി വന്നു. ആരുടേത്? പ്രതിപക്ഷ നേതാവിൻ്റെത്. അദ്ദേഹമാണ് എപ്പോഴും ഇങ്ങനെ നിലപാടെടുത്തു പോകാറുള്ളത്. അദ്ദേഹം എന്തു പറഞ്ഞു? നിങ്ങളുമായി യോജിച്ച ഒരു പരിപാടിയുമില്ല. എന്താണിത്? ഇതേതെങ്കിലും ഒരു രാഷ്ട്രീയ യോജിപ്പിന്റെ പ്രശ്നമല്ല. നാടിനു വേണ്ടിയാണല്ലോ എല്ലാവരും നിൽക്കുന്നത്. നാടിനു വേണ്ടി ഒന്നിച്ചു നിൽക്കാനാവണ്ടേ? അത് കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആരുടെ കൂടെയാ? ദീർഘകാലത്തെ നമ്മുടെ അനുഭവം എടുത്താൽ കോൺഗ്രസ് ആണല്ലോ UDFന്റെ നേതൃത്വം. കോൺഗ്രസ് കേന്ദ്രത്തോട് പ്രത്യേക വിരോധത്തോടെ നിൽക്കുന്ന BJPയുടെ മനസ്സോട് ചേർന്ന് നിൽക്കുകയാണ്. BJPക്ക് ഒരു കേരള വിരുദ്ധ സമീപനമുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവർക്ക് വലിയ മോഹമുണ്ട് കേരളത്തിലൊരു ഇരിപ്പിടം ഉറപ്പിക്കണം. പക്ഷെ കേരളീയ മനസ്സ് അവരെ സ്വീകരിക്കുന്നില്ല.
അതിൻ്റെതായ പ്രയാസം അവർക്ക് കാണും. പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. കേരളത്തിൻ്റേത് മതനിരപേക്ഷ മനസ്സാണ്. ആ മതനിരപേക്ഷ മനസ്സ് വർഗീയതയെ ഉൾക്കൊള്ളാൻ തയ്യാറില്ല. കാര്യം ഇതാണ്. അത് ആ നിലക്ക് തന്നെ തുടരും. എന്തിനാണ് ആ കേരള വിരുദ്ധ മനസ്സിനോടൊപ്പം ചേർന്ന് കോൺഗ്രസ് നിൽക്കുന്നത്? കോൺഗ്രസും BJPയും ഒരേ മനസ്സായി എന്തുകൊണ്ട് വരുന്നു? അതല്ലേ നാം പരിശോധിക്കേണ്ടത്, അതല്ലേ കാണേണ്ടത്. നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പോൾ 20 പാർലമെന്റ് അംഗങ്ങൾ ലോക്സഭയിൽ, അതിൽ 18 പേര് കോൺഗ്രസിന്റെ UDFന്റെ അംഗങ്ങൾ. ആ 18 പേരിൽ ആരെങ്കിലും കേരളത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ശബ്ദിച്ചോ? കേന്ദ്രം കാണിക്കുന്ന അവഗണന, നമ്മോടുള്ള വിവേചനം ഏതെങ്കിലും ഘട്ടത്തിൽ അത് എതിർക്കാൻ തയ്യാറായോ? ഞങ്ങൾ ഈ ഗവൺമെന്റ് ഒരു അഭ്യർത്ഥന അവരോട് നടത്തി. നിങ്ങളെല്ലാവരും കൂടി സംയുക്തമായി കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് ഈ നീതികേട് തിരുത്താൻ ആവശ്യപ്പെടണം. ഞങ്ങളുടെ അടുത്ത് സമ്മതിച്ചു. പക്ഷെ അവര് ചോദിച്ച് നിവേദനം കൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പൊ ഒടുവിൽ എന്താ ചെയ്തത്? ഇപ്പൊ ഏറ്റവും ഒടുവില് നിങ്ങൾ തയ്യാറാക്കുന്ന നിവേദനത്തിൽ കേരള ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പിടാം. ഏതാ കെടുകാര്യസ്ഥത? കേരളത്തിന്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് വർദ്ധിപ്പിച്ചതോ? കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചതോ? കേരളത്തിന്റെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിച്ചതോ? കേരളത്തിന്റെ പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിച്ചതോ? ഏതാണ് കെടുകാര്യസ്ഥത? കേന്ദ്ര ഗവൺമെന്റിന് എഴുതി കൊടുക്കുകയാണ്, ഞങ്ങളെ കെടുകാര്യസ്ഥ കാരനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത് എന്ന്. അതാണ് കോൺഗ്രസ് പറയുന്നത്. എത്രമാത്രം BJPയോട് ചേർന്ന് ഒരു കേരള വിരുദ്ധ മനസ്സ് ഇവർക്ക് രൂപപ്പെട്ടിരിക്കുന്നല്ലേ അത് കാണിക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുത്ത MP-മാര് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതേ അത് കാണിക്കുന്നത്. ഇവിടെ ഈ നവകേരള സദസ്സ് UDF ബഹിഷ്കരിച്ചു. എന്താ ജനങ്ങളുടെ പ്രതികരണം? ജനങ്ങൾ ആ ബഹിഷ്കരണം സ്വീകരിച്ചോ? ആ ബഹിഷ്കരണം തള്ളുന്ന നിലയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. കാരണം ദീർഘകാലത്തെ അനുഭവം അവർക്കുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ നേരത്തെ മുതൽ നമ്മൾ ദുരന്തം നേരിട്ട ഘട്ടത്തിലടക്കം നമ്മളോട് അവഗണന കാണിക്കുമ്പോൾ ആ അവഗണന കാണിക്കുന്നവരോടൊപ്പം ചേർന്ന് നിന്ന് ഈ നമ്മുടെ ശ്രമങ്ങളെ തുരങ്കം വെക്കാൻ ശ്രമിച്ച കോൺഗ്രസും UDFും അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് ജനങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്ക് വിലപ്പെട്ടത് നാടാണ്, നാടിന്റെ ഭാവിയാണ് എന്ന വികാരത്തോടെയാണ് 10,000 ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി എത്തുന്നത്. അതാണ് നേരത്തെ ഇവിടെ പറഞ്ഞത്, ഒരിടവും നവകേരള സദസ്സിന് വേണ്ടി ഒഴുകിയെത്തുന്ന ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള വേദി പലയിടത്തും ഉണ്ടാകുന്നില്ല എന്ന്. അതാണ് വസ്തുത. അത്ര വലിയ ജനസഞ്ചയം ഈ വേദിയിൽ മാത്രമല്ല ഞങ്ങൾ സഞ്ചരിക്കുന്ന തെരുവോരങ്ങളിലാകെ ഉണ്ടാവുകയാണ്. അതാണ് കേരളത്തിന്റെ വികാരം. അവര് ഒരു ശക്തമായ സന്ദേശം സർക്കാരിന് നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ളതാണ്. അത് മതി. നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. ഓ ഓ നിരഞ്ജന ഒക്കെ ഒരു ചെറിയ വീണ തടി കൊണ്ട് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് CM. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തഹസിൽദാർ ശ്രീ